السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കൂടിയത് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ കമ്പിൽ വെച്ചുകൊണ്ട് നടന്ന സംവാദം, ആ സംവാദത്തിൽ സാധാരണ സംവാദം നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം വിഷയം അവതരിപ്പിക്കും 2 വിഭാഗവും, അതിന് നിശ്ചിത സമയങ്ങളും പരിധികളും ഉണ്ടാവും. അതിന്റെ ശേഷം ഒരു വിഭാഗം മറ്റേ വിഭാഗത്തോട് ചോദ്യം ചോദിക്കും, അതിനും നിശ്ചിത സമയപരിധി ഉണ്ടാവും, ഉത്തരം പറയും. പിന്നെ അടുത്ത വിഭാഗം ഈ വിഭാഗത്തോട് ചോദ്യം ചോദിക്കും, അവരും മറുപടി പറയും. ചിലപ്പോൾ അവലോകനം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് സംവാദത്തിന്റെ പദ്ധതി. ഇവിടെ കഴിഞ്ഞ സംവാദത്തിൽ ആദ്യം വഹാബി വിഭാഗം നമ്മോട് ചോദ്യം ചോദിക്കുകയും നമ്മൾ ഉത്തരം പറയുകയുമാണ്. രണ്ടാമതാണ് നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം. അപ്പോൾ ഏകദേശം സംവാദത്തിന്റെ സമയത്തിൽ നിന്ന് പകുതിയിലധികം എന്തായാലും കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ചോദ്യത്തിൽ സ്വാഭാവികമായും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യം ചോദിക്കുക. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളത് തൃപ്തിയാക്കി വെക്കും. ഏതാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന തരത്തിലാണ് നമ്മളത് തൃപ്തിയാക്കി ചോദിക്കുക. ഈ അവസരങ്ങളിൽ ഓരോ അവസരവും നമുക്ക് അർഹതപ്പെട്ടതാണ്. ഈ അവസരങ്ങളിൽ നാം എപ്പോൾ ചോദിച്ചാലും മറുവിഭാഗം അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരുമാണ്. അങ്ങനെയാണല്ലോ. ഇതൊക്കെ നമ്മുടെ ഒരു വെറും വാദങ്ങളല്ല, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ശരിയായ വഴികൾ. അതാണ് അതിന്റെ വഴികൾ. അപ്പോൾ കഴിഞ്ഞ സംവാദത്തിൽ നമ്മുടെ പണ്ഡിതന്മാര് പല കാര്യങ്ങളും അവരുടെ അവസരത്തിൽ എതിർവിഭാഗത്തോട് ചോദിച്ചു. ആ ചോദിച്ച കൂട്ടത്തിൽ പ്രധാനമായി ചില കാര്യങ്ങൾ ചോദിച്ചു. ആദ്യം തന്നെ ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12 എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും ജനിച്ചതിൽ ധാരാളം തർക്കങ്ങളുണ്ടെന്നും വരുത്തുന്ന തരത്തിൽ വഹാബികൾ സാധാരണ പ്രചരിപ്പിക്കാറുണ്ട്. അവിടെയും ചില ലഘുലേഖകൾ അങ്ങനെ അടിച്ചിറക്കുകയും ചെയ്തു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മുടെ ചോദ്യമുണ്ടായത്. അപ്പോൾ കിടന്നു ഉരുളാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം അത് സമ്മതിക്കേണ്ടി വന്നു. വേണമെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഒരു ഏറ്റെടുന്ന തെറ്റ് പറയുന്ന, ഞങ്ങളടുത്ത് പറ്റിപ്പോയത് എന്ന തരത്തിൽ, എന്നാൽ തിരുത്താൻ ഒരുക്കമല്ല, കിടന്നു ഉരുളാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. അവർ സാധാരണ പ്രചരിപ്പിക്കാറുള്ളത് പച്ച നുണയാണെന്നും വാസ്തവവുമായി ബന്ധമില്ലാത്തതാണെന്നും ചരിത്രത്തെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കലാണെന്നും തുറന്നു സമ്മതിക്കുന്ന തരത്തിലാണ്. അത് ശരിയല്ല. വഫാത്തിന്റെ കാര്യത്തിലും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന കാര്യം സമ്മതിച്ചത്. പിന്നെ നമ്മൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽപ്പെട്ടതാണ് ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ഈ ആയത്ത് നാം തെളിവാക്കി ഉദ്ധരിച്ചതാണ്. ഈ ആയത്തിൽ റഹ്മത്ത് എന്ന വാക്കിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് അർത്ഥം കൊടുക്കുന്നത് ദുർവ്യാഖ്യാനമാണെന്നും അങ്ങനെ ഒരു അർത്ഥമില്ലെന്നൊക്കെ കാലങ്ങളായി വഹാബികൾ പറഞ്ഞു നടക്കാറുള്ളതാണ്. അത് അവർ ചിലർ എഴുതുകയും ചെയ്തിട്ടുണ്ട്. എഴുതിയ വ്യക്തി അവരുടെ കൂട്ടത്തിൽ സംവാദത്തിന് വന്ന് അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അതും നമ്മൾ എടുത്ത് ചോദിച്ചു. അവർ സമ്മതിക്കേണ്ടി വന്നു. അതേ, റഹ്മത്തിന് റസൂലുള്ളാഹി എന്ന് ഉണ്ട്, റസൂലുള്ളാഹി എന്ന് അതിന്റെ അർത്ഥമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്ന ആയത്തിന് അർത്ഥമുണ്ട് എന്നവർ തുറന്നു സമ്മതിച്ചു. അതും ഇല്ല എന്ന് കാലങ്ങളായി പറഞ്ഞു നടക്കുന്നതും കള്ളത്തരമാണ്. പരിശുദ്ധ ഖുർആന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്, അല്ലെങ്കിൽ അതിനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ അർത്ഥമുണ്ട് എന്നും സമ്മതിക്കേണ്ടി വന്നു. അപ്പൊ അത് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന എല്ലാ സന്തോഷങ്ങളും പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയുടെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ എടുത്തു ചോദിച്ചത് ഫൽയഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന്റെ കൽപ്പന ഉമൂമിന്റെ സ്വഭാവമുള്ളതാണ്.
അത് മുത്തലക്കായുള്ള ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് എന്ത് സന്തോഷ പ്രകടനം തങ്ങളുടെ പേരിൽ നടത്തിയാലും അതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അത് അതിനൊരിക്കലും പിന്നെ എതിരായൊന്നും പറയാനില്ല, ഉത്തരമില്ല. അത് പക്ഷെ അത് അംഗീകരിക്കില്ല. നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു, നിങ്ങൾ മുക്കല്ലിരീങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും. അപ്പൊ നമ്മുടെ പണ്ഡിതന്മാർ പിന്നെ തിരിച്ചു ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾ അതിനൊരു അർത്ഥം കൊടുക്കും. എന്താ ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ്? കരയണോന്നാണോ? അപ്പൊ മൂപ്പര ഉത്തരമല്ല, കണ്ണീരൊൽപ്പിച്ചാൽ മതി, അതാണേത്. അപ്പൊ അതിന് അർത്ഥം കൊടുത്തത് അത് വല്ലാത്തൊരർത്ഥമായി പോയല്ലോ. ഇവിടെ നമ്മൾ പ്രധാനമായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതിനൊരിക്കലും ഉത്തരം പറയാൻ അവർക്ക് സാധിച്ചില്ല. ഫല്യഫ്റഹു എന്ന ആയത്തിന് നമ്മൾ പറയുന്നത് അവർ അംഗീകരിക്കില്ല, വേണ്ട. എന്നാ നിങ്ങളൊരർത്ഥം കൊടുക്കണമല്ലോ, അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ എന്തില്ല, കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്ന് വെച്ചാൽ ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന് ഇപ്പോൾ ഒരർത്ഥമല്ലേ, ഏതർത്ഥം കൊടുത്താലും സാധുക്കൾ അവിടെ പെടുമല്ലോ. അപ്പോഴാണ് പിന്നെ വ്യവസ്ഥ എഴുതുന്ന കൂട്ടത്തിൽ റബീഉൽ അവ്വൽ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന എന്നവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഈ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന എന്ന് നിങ്ങൾ എഴുതിയത് പ്രകാരം റബീഉൽ അവ്വലിന് പ്രത്യേകത ഒന്നും കൽപ്പിക്കാതെ സാധാരണ എല്ലാ മാസത്തിലും ചെയ്യുന്നത് പോലെ റബീഉൽ അവ്വൽ മാസത്തിലുമായാൽ എന്താ വിരോധമുണ്ടോ? എന്തിനാ ഞങ്ങൾ അവിടെ പ്രത്യേകത കൽപ്പിച്ചിട്ടെന്ന് എഴുതിയിരിക്കുന്നത്? അങ്ങനെ പ്രത്യേകത ഒന്നും കൽപ്പിക്കാണ്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോ അവരുടെ മറുപടി, അത് ചെയ്താൽ തന്നെ പ്രത്യേകത കൽപ്പിക്കലായില്ലേ മുസ്ലിയാരെ? ഈ ഫൈസലിന്റെ തലന്റെ ഉള്ളിൽ വൈക്കോല് എന്നാണ് അതിന്റെ അർത്ഥം. വഹാബികൾക്ക് അത് മതിയാകും. അല്ലെങ്കിൽ ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ആയത്ത് ഇവിടെ റെഡിയാണല്ലോ, അത് ദഈഫല്ലല്ലോ, അത് ഖുർആന്റെ ആയത്തല്ലേ? അതെ. അപ്പോ എപ്പോ ചെയ്താൽ തന്നെ പ്രത്യേകത കൽപ്പിക്കലായി. പ്രത്യേകത കൽപ്പിച്ച് ചെയ്താലോ അത് ബിദ്അത്താണേനും, അതവരെ എഴുതി ചെയ്തിട്ടുണ്ട്. എപ്പോ ചെയ്താലോ അതൊക്കെ പ്രത്യേകത കൽപ്പിക്കലാണേനും. എന്നാ പിന്നെ ഈ ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ആയത്ത് കൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? എപ്പോ ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ആയത്ത് കൊണ്ട് അമൽ ചെയ്താപ്പോ പ്രത്യേകത കൽപ്പിക്കലായി. പ്രത്യേകത കൽപ്പിച്ച് ചെയ്താലോ അത് ബിദ്അത്തായി. ആ ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന് ഇപ്പൊ എന്തൊരു അർത്ഥമില്ലേ? ഇത് ഫൈസൽ മൗലവിയോ അതുപോലെയുള്ള ഈ അരബുദ്ധികൾ ആയ വഹാബികൾ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കണമെങ്കിൽ ഇതിനൊരു മറുപടി അവർ പറയണം. എപ്പോഴെങ്കിലും വാട്സപ്പിൽ പറഞ്ഞാലും മതി. നിങ്ങൾ പറഞ്ഞത് ചെയ്താൽ തന്നെ പ്രത്യേകത കൽപ്പിക്കലായില്ലേ എന്നാണ്. അപ്പൊ പിന്നെ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകത കൽപ്പിക്കലായി, പ്രത്യേകത കൽപ്പിച്ചാൽ ബിദ്അത്തായി. എന്നാ പിന്നെ ഒരിക്കലും ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിനൊരു അർത്ഥമല്ലേ? എപ്പോ ചെയ്താലും പ്രത്യേകത കൽപ്പിക്കലാവുകയാണെങ്കിൽ അതല്ല റസൂലുള്ളാഹി തങ്ങളുടെ പേരിലുള്ള സന്തോഷം എന്ന പരിപാടികൾക്കില്ല. അങ്ങനെ ഒരു ഏർപ്പാടല്ല. ഈ ആയത്തുകൾ ഇങ്ങനെ മുറുക്കിപ്പിടിച്ച് ഖുർആൻ സുന്നത്ത് മുറുക്കിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാന്നല്ല, അതുകൊണ്ട് അമൽ ചെയ്യാൻ നിങ്ങൾക്കൊരു വഴിയില്ല എന്നല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം. ഈ നിലക്കുള്ള പൊട്ടത്തരമാണ് ഖുർആൻ നിങ്ങൾ വ്യാഖ്യാനം കൊടുക്കുന്നത്. നിങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ നിങ്ങൾ സ്വീകരിച്ച മാർഗം എന്തായി? ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന് ഇപ്പോൾ ഒരു അർത്ഥമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല, എപ്പോ ചെയ്താലും പ്രത്യേകത കൽപ്പിക്കലായി. അങ്ങനെ ആയാലോ ബിദ്അത്ത് ആവശ്യം ചെയ്തു. എന്നാ പിന്നെ ഫല്യഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന് ഒരു അർത്ഥമില്ല. ഈ ഒരവസ്ഥയിലേക്കാണ് അവർ എത്തിപ്പെട്ടത്. അത് അവർ സ്വീകരിക്കുന്ന നിലപാടിന്റെ പാപ്പരത്വമാണ് അത് അറിയിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ പിന്നെ പല ചോദ്യങ്ങളും നമ്മൾ ചോദിച്ച കൂട്ടത്തിൽ പിന്നീട് നമ്മൾ ചോദിക്കുകയാണ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് നൽകിയ സുവൈബത്ത് എന്ന സ്ത്രീ, അവരെ മോചിപ്പിച്ചതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് ശിക്ഷയിൽ ഇളവുണ്ട് എന്ന ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഈ സംഭവത്തെ സംബന്ധിച്ച് തന്നെ വഹാബികൾ ഉമ്മാക്കിക്കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് തള്ളിയിട്ടുണ്ട്. ഇത് നിങ്ങൾ തള്ളിയത് ശരിയായില്ല എന്നാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ തെളിവ് പറയുമ്പോൾ, വാദപ്രതിവാദത്തിൽ തെളിവ് പറയുമ്പോൾ അതിൻ്റെതായ രൂപത്തിലേ തെളിവ് പറയുള്ളൂ. വെറുതെ നമ്മൾ എന്തെങ്കിലും പറയില്ല. ചില കാര്യങ്ങൾ തെളിവായി പറയാൻ പറ്റുന്നതുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ അതിന്റെ ഈദായും കൊണ്ട് അതിന്റെ അനുബന്ധങ്ങളായി പറയുന്നത് ചരിത്രങ്ങളായിരിക്കും. ചിലപ്പോൾ ചരിത്രങ്ങളായിരിക്കും. ചരിത്രത്തിന് അതിൻ്റെതായ പ്രാമാണികത ഉണ്ടായിരിക്കും. ചരിത്രം സ്ഥിരപ്പെടാൻ ചരിത്രത്തിൻ്റെതായ പ്രാമാണികതയുണ്ട്, വഴിയുണ്ട്. ആ രൂപത്തിലാണ് ചരിത്രത്തെ കാണുക. അത് ചരിത്രമായി നമ്മൾ പറയും. തെളിവായി പറയുമ്പോഴോ തെളിവായിട്ട് എന്തൊക്കെയാ പറയാൻ പറ്റുക അത് തെളിവായി പറയും. അങ്ങനെയാണ് അതിന്റെ കാര്യമുള്ളത്. അത് തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണത്. ഏതെങ്കിലും ആവട്ടെ, ഈ പറഞ്ഞ ഒരു വിഷയം
ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത സംഭവത്തെ സംബന്ധിച്ച് തന്നെ ഉമ്മാക്കി കഥ എന്നിവരെ എഴുതിയിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ എഴുതാൻ കാരണം എന്നാണ് നമ്മൾ ചോദിച്ചത്. പക്ഷെ ചോദിച്ചത് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. ഇവർ മനസ്സിലാക്കിയത് ഈ സുവൈബത്തിനെ മോചിപ്പിച്ചത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സന്തോഷിച്ചുകൊണ്ട് തങ്ങൾ ജനിച്ച വിവരം അറിയിച്ചപ്പോൾ സന്തോഷം കൊണ്ടാണ് ഇയാൾ അബൂലഹബ് സുവൈബത്തിനെ മോചിപ്പിച്ചത് എന്നും അതിൽ സന്തോഷിച്ചുകൊണ്ട് മോചിപ്പിച്ചത് കാരണമാണ് അബൂലഹബിന് പോലും നരകത്തിൽ ഇളവ് ലഭിക്കുന്നത് എന്നാണ് അത് ബുഖാരി അങ്ങനെ തന്നെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. ബുഖാരിയുടെ ലഫ്ദിലുണ്ട്. അത് നിങ്ങൾ നിഷേധിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് ഇവര് മനസ്സിലാക്കി. കാരണം ഇവരതിങ്ങനെ കണക്കൂട്ടി വെച്ചേക്കാണ്. നമ്മൾ ചോദിക്കുന്നത് അതല്ല. നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെ ബുഖാരിയിൽ ഇങ്ങനെ ഒരു സംഭവം അസൽ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സംഭവത്തെ ഉമ്മാക്കി കഥ എന്ന് എഴുതിയത് ബുഖാരിയെ കൊഞ്ഞനം കുത്തലാണല്ലോ എന്ന് പറഞ്ഞപ്പോ ആ സാധുക്കൾക്ക് തിരക്കിന്റെ ഇടയിൽ ബേജാറായിരിക്കാമല്ലോ. ആകെ പറയേണ്ടത് പറഞ്ഞു വന്നതും കാലങ്ങളായി പറഞ്ഞു വന്നതൊക്കെ തിരുത്തി ഖുർആന്റെ ആയത്തിന് അർത്ഥം വെച്ച് നോക്കുമ്പോൾ വഹാബികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. ഇങ്ങനെ ഒരു മുഖം കെട്ട നാണം കെട്ട അവസ്ഥയിലേക്ക് അധപ്പതിച്ചപ്പോ അവസാനം പിന്നെ എന്തായി, നമ്മൾ ചോദിക്കുന്നൊന്നും മനസ്സിലാവാണ്ടായി. പിന്നെ ഇവര് കണക്കൂട്ടി നിങ്ങൾ ഇവരിതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക എന്ന് കണക്കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, അതിനനുസരിച്ച് അവർ മറുപടി പറയാൻ വേണ്ടി ഒരുങ്ങി. പക്ഷെ മറുപടി പറയാൻ വേണ്ടി വന്ന ആൾ എന്ത് ചെയ്തു, ആകെ ബേജാറിന്റെ അവസാന പടിയിലെത്തിയിരിക്കണം. മൂപ്പർക്ക് പിന്നെ പറയാനൊന്നും കിട്ടണില്ല. മൂപ്പര് പിന്നെ കുറെ ഒച്ചിട്ടിട്ട് കുറെ അങ്ങോട്ട് ചൂടായി. അവസാനത്തെ അവസരമാണല്ലോ. അങ്ങോട്ട് ചൂടായിട്ട് കുറെ എന്തൊക്കെയോ കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഇതിനെപ്പറ്റിയൊന്നും പറയാനും സാധിച്ചില്ല. ഇതെല്ലാം ഉണ്ടായത് അത് കണ്ണുള്ളവർക്കൊക്കെ കാണാൻ പറ്റുമല്ലോ. അത് ഫൈസലാണ് വന്നിരുന്നെങ്കിൽ ഫൈസൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇത് ഫൈസലും വന്നില്ല. മറ്റേ ചെറുക്കം വന്നിട്ട് എന്ത് ചെയ്തു, കുറെ ഒച്ച അങ്ങോട്ട് ഇട്ടു. എന്തൊക്കെയോ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഭയങ്കര ചൂടിലാണ്. കാരണം ആകെ നാണം കെട്ടത്തില്ല. കുറെ ഒച്ചിട്ടെങ്കിലും അങ്ങോട്ട് തടിയെടുക്കാൻ വേണ്ടിയിട്ട് മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അതിന്റെ ഇടയിൽ ഇതൊക്കെ വിട്ടുപോയി. പിന്നെ അത് പറയണ കൂട്ടത്തിലാണ് എന്താക്കിയത്, ഇത് അങ്ങനൊന്നുമില്ല, ബുഖാരിയിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് നമ്മുടെ ഉസ്താദുമാരെന്ത് ചെയ്ത് ബുഖാരിയും ഇവരെ എഴുതിയതും കൂടി ഉണ്ടാക്കി നിങ്ങോട്ട് ഉയർത്തി കാണിച്ചു. ബുഖാരിൽ ആ സംഭവം ഉണ്ട്, അതില്ല, അതിനെ ഒന്നാക്കി കഥയാക്കിയതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. അത് എന്ത് ചെയ്തു, ആ സംഭവം ബുഖാരിയിലുണ്ട്. അതിനെ സംബന്ധിച്ച് അതിന്റെ ആ പറഞ്ഞത് എന്താണ്, എപ്പോഴാണ് എത്തുക്ക് ചെല്ലിയത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഇളവ് ലഭിക്കുന്നത്, അതിന്റെ സ്ഥിതി അത് നമ്മൾ വിശദമായിട്ട് പറയും. അത് ചരിത്രപരമായ വിഷയമാണ്. അത് ചരിത്രപരമായിട്ട് നമ്മൾ പറയും. ഇവിടെ ചോദിച്ച വിഷയം അത് തെളിവാക്കിക്കൊണ്ടല്ല വാസ്തവത്തിൽ ചോദിച്ചിട്ടുള്ള. നമ്മൾ തെളിവാക്കുന്നത് തെളിവ് തന്നെ നമ്മൾ തെളിവായിട്ട് പറയാം. അത് നമ്മൾ തുടക്കം മുതലേ ആയത്തിൽ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനെ റദ്ദ് ചെയ്യാൻ അവർക്ക് അത്രയും മണിക്കൂറുകൾ ഉണ്ടായിട്ടും സാധിച്ചിട്ടില്ല. എന്നല്ല ആയത്തിന് നിങ്ങളൊരു അർത്ഥം പറയുന്നു പറഞ്ഞപ്പോൾ മുണ്ടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ ടെക്സ്റ്റ് അടിക്കുന്ന ആളുകളൊക്കെ അത് പറയണം. എന്താണ്, നമ്മൾ അജനാവ് പൊന്നും വന്നിട്ടുണ്ടല്ലോ, ആ പൂരവും അതുപോലെ തന്നെ പിന്നെ ഇസ്ലാഹിന്റെ പൂരൊക്കെ ഒന്ന് കേൾക്കാലോ നമുക്ക്. എന്തെന്ന് ഈ ആയത്തിന് ഫൽയഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന് എന്താണ് അർത്ഥം, നിങ്ങളുടെ മൗലവി എന്താണ് അതിന് അർത്ഥം പറഞ്ഞത്? ഞങ്ങളത് ചോദിച്ചല്ലോ. ആ മൗലവി പറഞ്ഞത് കരയണം എന്നാണോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ് കണ്ണീർ ഒഴുക്കിക്കോളി എന്നാണ് അയാളുടെ മറുപടി കിട്ടിയത്. അതാ ആയത്തിന്റെ അർത്ഥം. എന്താ അള്ളാന്റെ കലാമിന് നിങ്ങൾ എന്താ അർത്ഥം കൊടുക്കണം? നിങ്ങൾ വലിയ ഖുർആൻ സുന്നത്ത് മുറുക്കി പിടിക്കുന്ന ആളുകളാണല്ലോ. ഞങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഈ ടെക്സ്റ്റ് അടിക്കുന്ന ആളുകൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് എന്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം ആണത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കാണണം. കുറെ ടെക്സ്റ്റ് അടിക്കാൻ വലിയൊരു അറിവൊന്നും വേണ്ട കുട്ടികളെ. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഫൽയഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന് എന്താ നിങ്ങൾ കൊടുക്കുന്ന അർത്ഥം. ഒന്ന്, ആ മൗലവി എന്താ അന്ന് അർത്ഥം പറഞ്ഞത്? ഞങ്ങൾ ചോദിച്ചല്ലോ, എന്താ അതിന് അർത്ഥം പറഞ്ഞത്? ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി പറഞ്ഞത്. പിന്നെ വലിയ വീമ്പളക്കുണ്ടല്ലോ. എന്താണ് ആ ഫൽയഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന് അർത്ഥമെന്ന് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചപ്പോ എന്താ അയാൾ അതിന് മറുപടി പറഞ്ഞത്? അത് നിങ്ങൾക്കൊന്ന് ഇവിടെ കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ക്ലിപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് വന്നിരുന്നോ? ഇവിടെ വന്നിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ സമയം കളയും. ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് പിന്നെ ക്ലിപ്പ് തരാൻ നിൽക്കണ്ട, അപ്പൊ തന്നെ ഇരുന്ന് തെരഞ്ഞോ. എന്താണ് ഫൈസൽ ഫൽയഫ്റഹു എന്ന് പറഞ്ഞ ആയത്തിന് അർത്ഥം കൊടുത്തത്? ഞങ്ങൾ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്താ അർത്ഥം കൊടുത്തത്? നിങ്ങൾക്ക് ഇനി എന്തായാലും കൊടുക്കാനുള്ളത് അത് ഞങ്ങൾക്ക് കേൾക്കണം. അതാണ് ഈ പരിപാടിന്റെ സംസാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ കേൾക്കേണ്ടത്. അത് ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തി തരാം. പിന്നെ അപ്പൊ ഇതാണത് സംഭവം. ഇതിനെ സംബന്ധിച്ച് പിന്നെ ഈ നാണക്കേട് ബുഖാരിയിലുള്ളത് നിഷേധിക്കുകയും ചെയ്തു. കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടന്നതൊക്കെ എന്ത് ചെയ്തു, പൊളിഞ്ഞു. അങ്ങനെ അതുമാത്രമല്ല, ഖുർആന്റെ ആയത്തിന് നമ്മൾ തെളിവുദ്ധരിച്ചപ്പോ അതിനെ ഗണ്ണിക്കാൻ
പ്രാമാണികമായി അതിനെ ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കുറെ കരഞ്ഞിട്ട് എന്താ കാര്യം? കവലപ്രസംഗം കാണാതെ പഠിച്ചു വന്നിട്ട് അതിങ്ങനെ നീട്ടിവിടും. ജൂതന്മാരാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടിവിടും. അതൊന്നും മറുപടിയല്ലല്ലോ. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ട വഹാബികൾ പിന്നപ്പോ സ്വീകരിക്കുന്ന മാർഗം ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഒക്കെ വോയിസുകൾ ഇങ്ങനെ വിടുകയാണ്. എന്താ മൂപ്പര് വിടുന്നത്? മൂപ്പരെ കുറെ കണ്ടുപിടുത്തങ്ങൾ. ബുഖാരിയെ സംബന്ധിച്ച്, ബുഖാരി എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാമാണിക ഗ്രന്ഥമാണ്. അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികത ഈ ബുഖാരിക്കാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് ഈ ബുഖാരിയെ അത്രയും വലിയ ഗൗരവത്തോടെയാണ് എക്കാലത്തും പരിഗണിച്ചു പോകുന്നതും ബുഖാരിയെ അത്രയും വിശദമായി കൈകാര്യം ചെയ്യാനും മഹാന്മാരായ പണ്ഡിതന്മാർ എക്കാലത്തും വളരെയേറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു വസ്തുതയാണ്. ആ ബുഖാരിയെ സംബന്ധിച്ച് തോറ്റതിന്റെ, നാണം കെട്ടതിന്റെ മാനക്കേട് മറച്ചു പിടിക്കാൻ വേണ്ടി ബുഖാരിയെ പോലും കൊഞ്ഞനം കുത്താൻ, ബുഖാരിയെ പോലും ചോദ്യം ചെയ്യാൻ വേണ്ടി വോയിസ് ക്ലിപ്പിലൂടെ ശ്രമിക്കുന്ന ഉമരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മൗലവി. വിവരക്കേടാണ് അയാളുടെ വോയിസിലൊക്കെ അയാൾ വിളമ്പിയതൊക്കെയും. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആ സംഭവം ഞാനൊന്ന് വായിക്കാം. ഇമാം ബുഖാരി പറയുകയാണ്, ബാബു ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർദാനക്കും വയഹ്റുമു മിനർ റദാഅത്തി മാ യഹ്റുമു മിൻ നസബി. ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർദാനക്കും എന്ന ആയത്തിനെ സംബന്ധിച്ചും റദാഅത്ത് മുലകുടി ബന്ധത്താൽ, കുടുംബ ബന്ധത്തെക്കാൾ ബന്ധം കൊണ്ട് ഹറാമാകുന്നതൊക്കെ മുലകുടി ബന്ധം കൊണ്ട് ഹറാമാകും എന്ന് പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാൻ, ഹദ്ദസനൽ ഹക്കമു ബിൻ നാഫിൻ അഖ്ബറനാ ശുഐബുൻ അനി സുഹരി ഖാല അഖ്ബറനി ഉർവത്ത് ബിൻ സുബൈർ അന്ന സൈനബ ബിൻത് അബി സലമത അഖ്ബറത്ഹു അന്ന ഉമ്മ ഹബീബത ബിൻത് അബി സുഫിയാൻ അഖ്ബറത്ഹാ അന്നഹാ ഖാലത് യാ റസൂലല്ലാഹ് ഇൻകിഹ് ഉഖ്തി ബിൻത് അബി സുഫിയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. എന്തെന്ന്? റസൂലുള്ളാഹി തങ്ങളോട് തന്റെ സഹോദരിയായ ഉമ്മു ഹബീബയുടെ സഹോദരിയെ കൂടി വിവാഹം ചെയ്യണമെന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടു. തന്റെ സഹോദരിയെ കൂടി തങ്ങൾ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യപ്പെട്ടതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങനെ താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പൊ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനൊഴിവാവൊന്നുമില്ല, ഞാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് ഹലാലല്ലല്ലോ. രണ്ട് സഹോദരിമാരൊന്നിച്ച് ഒരേ സമയത്തിന് വിവാഹം ചെയ്യാൻ പാടില്ലല്ലോ, ഹലാലല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ചോദിച്ചു, ഉമ്മു സലമത്തിന്റെ മകൾ അബൂസലമത്തിന്റെ മകളെ തങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ ചോദിച്ചു, അബൂസലമത്തിന്റെ മകൾ തന്നെ ഉമ്മുസലമത്തിന്റെ മകളായ ആ കുട്ടിയെ അപ്പൊ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഖാല ലൗ അന്നഹാ ലം തകുൻ റബീബത്തി ഫീ ഹജരി മാ ഹല്ലത് ലി ലൗ അന്നഹാ ലം തകുൻ റബീബത്തി ഫീ ഹജരി മാ ഹല്ലത് ലി. ഈ കുട്ടി എനിക്ക് ഹലാലല്ല, ഈ കുട്ടിയെ നിക്കാഹ് ചെയ്യൽ. ഇപ്പോ ആ തങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന, ഞങ്ങൾ കേട്ടു എന്ന് പറയുന്ന അബൂസലമത്തിന്റെ മകളെ എന്ന് പറഞ്ഞല്ലോ, ആ കുട്ടിയെ വിവാഹം ചെയ്യലും പാടില്ല, ഹലാലല്ല. കാരണം ആ അബൂസലമത്ത്, ആ കുട്ടിയുടെ പിതാവാകുന്ന അബൂസലമത്ത് എന്റെ സഹോദരനാണ്, മുലകുടി ബന്ധത്തിൽ എന്റെ സഹോദരനാണ്. അർദഅത്തിനി വ അബാസുൽസലമത്ത സുവൈബത്തു. എനിക്കും അബൂസലമത്തിനും എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പിതാവ് അബൂസലമത്തിനും സുവൈബ എന്ത് ചെയ്തിട്ടുണ്ട്? മുല തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തഅരിദുന അലയ്യ ബനാതികുന്ന വലാ അഖവാതികുന്ന, നിങ്ങളുടെ സഹോദരിമാരെയും നിങ്ങളുടെ പെൺമക്കളെയും വിവാഹം ചെയ്തുകൂടെ എന്ന് എന്നോട് വന്ന് ഇങ്ങനെ ചോദിക്കണ്ട എന്ന് പറഞ്ഞു. ഇതാണ് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിന്റെ ആദ്യം. ഇവിടെ പിന്നെ തുടർന്നുകൊണ്ട് പറയുക, കാല ഉർവ പറഞ്ഞു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുവൈബ എന്ന് പറഞ്ഞാൽ മൗലാത്തുൽ അബീ ലഹബിൻ, അബൂലഹബിന്റെ അടിമസ്ത്രീയായിരുന്നു. അബൂലഹബ് മോചിപ്പിച്ചതാണ്. കാന അബൂലഹബിൻ അഅതഖഹ, അബൂലഹബ് അടിമത്തത്തിൽ നിന്ന് മോചനം നൽകിയതാണ്. ഫഅർദഅത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ ആ സുവൈബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തു? മല കൊടുത്തു. ഫലമ്മ മാത്ത അബൂലഹബ് മരിച്ചപ്പോൾ ഉരിയഹു ബഅദു അഹ്ലിഹി, അബൂലഹബിന്റെ കുടുംബക്കാരിൽപ്പെട്ട ചില ആളുകൾ, ഒരാൾ എന്ത് ചെയ്തു? അബൂലഹബിനെ സ്വപ്നം കണ്ടു.
ബിശർരി ഹൈബത്തിൻ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് കണ്ടത്. അപ്പൊ അദ്ദേഹം അബൂലഹബിനോട് ചോദിച്ചു, എന്താ അവസ്ഥ, പോയപ്പോ എന്താ കിട്ടിയത് എന്നൊക്കെ ചോദിച്ചു, എന്താ അവിടുത്തെ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പോ അബൂലഹബ് പറഞ്ഞു, നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് ഒരു സുഖം ഉണ്ടായിട്ടില്ല, വല്ലാത്ത മോശപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷേ എനിക്ക് എന്റെ വിരലിനിടയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളം കിട്ടും. സുവൈബയെ എത്തുക്ക് ചെല്ലിയതാണ് അതിന്റെ കാരണം. സുവൈബയെ എത്തുക്ക് ചെല്ലിയത് കാരണമായി എനിക്ക് വിരലിനിടയിൽ നിന്ന് ചെയ്യുന്നു വെള്ളം കിട്ടുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ഇമാം ബുഖാരിയുടെ ലഫ്ലിൽ ഉള്ളത്. ഇവിടെ വളരെ ചുരുങ്ങിയ ഒരു രൂപമാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് ആ സംവാദത്തിൽ സംസാരിച്ച ആ വ്യക്തി, അയാളുടെ വോയിസ് ക്ലിപ്പിൽ അയാൾ പിന്നെ പറയുന്നത് കാല ഉറുവത്തു എന്ന് പറയുന്ന ഈ സംഭവം, ഇമാം ബുഖാരി പിന്നീട് കാല ഉറുവത്തു എന്ന് പറഞ്ഞ ഈ സംഭവം അത് ബുഖാരിയുടെ താലീഖാത്തിൽ പെട്ടതാണ് എന്ന് അയാൾ പറയുകയാണ്. താലീഖാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, താലീഖാത്തിൽ പെട്ടതാണ്. ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സനദ് എത്തിയും കൊണ്ട് മുസ്നദായി വന്ന സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളാണ് ബുഖാരിയിൽ സ്വഹീഹായ ഹദീസുകൾ. എന്നല്ലാതെ സനദ് ഒഴിവാക്കിയും കൊണ്ട് പറയുന്നതിനെ സംബന്ധിച്ചാണ് എന്ത് പറയുക, ആരിലേക്കാണോ ഒരാളിലേക്ക് പറയും, അയാളുടെ ഈ ചെറുക്കനിക്ക് തുടങ്ങിയാലോ, ഈ ഇസ്ലാഹിക്ക് എന്താ ഒരു അന്തല്ലാത്ത കുട്ടി, ഞാൻ അതൊന്ന് പറയട്ടെ, അതൊന്ന് കേൾക്ക്, അല്ലെങ്കിൽ ഈ ഒന്ന് അടങ്ങിയിരിക്ക്, ഇത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ അവസരം തരാമെന്ന് പറഞ്ഞില്ലേ, എന്റെ ആ സ്വപ്നമൊക്കെ ഞാൻ മാറ്റിത്തരാം, ഇപ്പൊ ആകെ സ്വപ്നം കണ്ട് ബേജാറായിട്ട് ഇങ്ങനെ നടക്കല്ലേ മിഞ്ഞാനത്തെ സംഭവത്തോടു കൂടി, അതൊക്കെ ഞാൻ മാറ്റിത്തരണ്ട്, ഇപ്പൊ PM ചെയ്യല്ലേ. അപ്പോ സുവൈബയെ എത്തുക്ക് ചെല്ലിയത് കാരണമായിട്ട് എനിക്ക് വെള്ളം കിട്ടുന്നു എന്ന് പറഞ്ഞ ഈ സംഭവം ഇത് സനദോടു കൂടി റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ പെട്ടതല്ല എന്നും, അതുകൊണ്ട് അത് താലീഖാത്തിൽപ്പെട്ടത്, ബുഖാരി മുഅല്ലഖായി സനദ് ഒഴിവാക്കിയും കൊണ്ട് ചില കാര്യങ്ങൾ ഇടക്കിടക്ക് പറയും, അത് സഹീഹാണ് എന്ന് ബുഖാരിക്കും അഭിപ്രായമില്ല, ലോകത്ത് ഒരാൾക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്ന് ഈ ഉമരി അയാളുടെ നാവ് കൊണ്ട് പറയുന്നുണ്ട്. അയാളുടെ വോയിസ് ക്ലിപ്പിൽ ബുഖാരിയിലെ താലീഖാത്തുകൾ സനദ് ഒഴിവാക്കിയും കൊണ്ട് ഇമാം ബുഖാരി പറയുന്ന കാര്യങ്ങൾ അത് സഹീഹാണ് എന്ന് ബുഖാരി ഇമാമിനും എന്നല്ല ലോകത്ത് ഒരു പണ്ഡിതനും ആർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഈ ഉമരി പറയുന്നുണ്ട്. ഇതിനെയാണ് ആദ്യമായി നമുക്ക് ചോദ്യം ചെയ്യാനുള്ളത്. ബുഖാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെന്നെങ്കിലും കിട്ടുന്ന 4 പരിഭാഷ വായിക്കുന്നതല്ല ഈ ബുഖാരി. ബുഖാരി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കടലാണ്. വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാര് വാല്യങ്ങളോളം വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഈ ബുഖാരി. ബുഖാരിക്ക് അതിൻ്റെതായ പ്രത്യേക സ്ഥാനമുണ്ട്. ബുഖാരി എന്ന് പറഞ്ഞ വഹാബികൾ സ്റ്റേജിന്മേൽ കയറുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് പോലെ എന്തെങ്കിലും പറയുന്ന ആളല്ല ഇമാം ബുഖാരി. ഇമാം ബുഖാരി പറയുന്ന വാക്കുകൾ ഓരോന്നും വളരെ അർത്ഥവത്താണ്. വെറുതെ ഒരു കാര്യം ഇമാം ബുഖാരിയിൽ പറയൂല. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ബുഖാരിയെ എന്നും കണക്കാക്കി വന്നിട്ടുള്ളത്. ഇവിടെ ഇയാളോട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്, നീയാ പറഞ്ഞത് ഒന്നാമത്തത് ഭീമാബദ്ധമാണ്. അതായത് ബുഖാരിയിലുള്ള മുസ്നദായ ഹദീസുകൾ മാത്രമേ സഹീഹായിട്ട് പരിഗണിക്കാൻ കഴിയൂ. ബുഖാരിയുടെ മുഅല്ലഖുകൾ താലീഖായി പറഞ്ഞ സനദ് ഒഴിവാക്കി പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞത് അബദ്ധമാണ്, വിഡ്ഢിത്തമാണ്, നിന്റെ വിവരക്കേട് വിളമ്പിയതാണ്. അത് മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല. ബുഖാരിയെ സംബന്ധിച്ച് ആഴത്തിലിറങ്ങി പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വായ അടക്കി വെച്ച് വേറെ വല്ല പണിക്കും പോവുക. അതുകൊണ്ട് ഇക്കളി ഒരിക്കലും അനുവദിക്കുമെന്ന് വ്യാമോഹിക്കണ്ട. മൂക്ക് കയറിട്ട് ഞങ്ങൾ പിടിച്ചിരുത്തും. എന്താണെന്ന് വെച്ചാൽ, ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ താലീഖ് മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. താലീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ ബുഖാരി നമുക്കറിയാം, ബുഖാരി ഇമാമിന്റെ നേരെ ഉസ്താദിലെ തൊട്ട് ഹദ്ദസനി ഇന്നാള് എനിക്ക് ഇന്നാള് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ അഖ്ബറന എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തയാൾ അങ്ങനെ സനദ് കടന്നുപോയി സഹാബിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലെങ്കിൽ സഹാബിയിലേക്ക് എത്തിപ്പെടും. ഇതാണ് റസൂലുള്ളാഹി തങ്ങളിലേക്ക് ഇങ്ങനെ എത്തുന്നതിനാണ് മുസ്നദായ ഹദീസുകൾ എന്ന് പറയുക. ഇതാണ് ബുഖാരിയിലെ അടിസ്ഥാന വിഷയം.
ബുഖാരിയിലെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഇതൊക്കെയും സഹീഹ് തന്നെയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. എന്നാൽ ചിലപ്പോൾ ഇമാം ബുഖാരി ഒരു അധ്യായം പറയുമ്പോൾ ആ അധ്യായത്തിന്റെ പേര് കൊടുക്കുന്നത് തന്നെ അത് മറ്റേതെങ്കിലും ഹദീസുകളിൽ വന്ന, ബുഖാരിയിൽ ഉള്ളതാവാം ഇല്ലാത്തതാവാം, മറ്റേതെങ്കിലും ഹദീസുകളിൽ വന്ന ഒരു വിഷയത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാവും അധികവും എന്ത് ചെയ്യാറുള്ളത്, ചിലപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അധ്യായത്തിന് പേര് കൊടുക്കാറുള്ളത്. അങ്ങനെ കൊടുത്താൽ തന്നെ ചിലപ്പോൾ പറയും ഇന്നയാള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ആ ആള് ചിലപ്പോൾ സഹാബിയാവാം, ആ ആള് ചിലപ്പോൾ താബിഈയാവാം, ആ ആള് ചിലപ്പോൾ അതിന്റെ ശേഷമുള്ള ആളുകളാവാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ കാലക്കാരോ ഇമാം ബുഖാരി നേരിട്ട് പഠിച്ച ആളുകളോ ആവുകയില്ല. അപ്പൊ ഇമാം ബുഖാരി മുതൽക്ക് അവിടെ പറയുന്ന ആള് വരെ ഉള്ള ആളുകളെ കളയും. അൻ യഹ്ദിഫ മിൻ അവ്വലിൽ ഇസ്നാദി റജുലൻ ഫസാഇദൻ മുഅബ്ബിറൻ ബിസിഗത്തി ലാ തഖ്തളി തസ്രീഹ ബിസ്സമാഇ. ഇതാണ് എന്ത് ഈ താരീഖാക്കുക എന്ന് പറഞ്ഞാൽ, ഇസ്നാദിന്റെ സനദിന്റെ ആദ്യത്ത് നിന്ന് ഒരാളെ കളയുക, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 2 or 3 ആളെ ഒഴിവാക്കിയിട്ട് അതിന്റെ അപ്പുറത്തുള്ള ആളെ മുതൽക്ക് ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണമായി ഇമാം സുഹരി പറഞ്ഞു, കാല സുഹരിയു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ബുഖാരിയിൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ കാല അബുൽ ആലിയത്തി എന്ന് പറയും. അങ്ങനെ തുടങ്ങി താബിഈങ്ങളിൽപ്പെട്ട ആരെങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇന്ന ആൾ പറഞ്ഞു. അപ്പൊ ഇമാം സുഹരി താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. ഇമാം സുഹരി വരെ ഇമാം സുഹരിയുടെയും ഇമാം ബുഖാരിയുടെയും ഇടയിലുള്ള ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് സുഹരി പറഞ്ഞു എന്ന് മാത്രമേ അവിടെ പറയുള്ളൂ. അതുവരെയുള്ള ആളുകൾ അവിടെ പറയാതിരിക്കുക. അങ്ങനെ സുഹരി മുതൽക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയുകയും ചെയ്യും. ഇതിപ്പോ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നല്ലേ ചിലപ്പോൾ സഹാബത്തിന്റെ പേര് പറയും, ഇന്ന സഹാബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ആ സഹാബി വരെ ഉള്ള ആളുകളോ അവരാരും പറയുകയുമില്ല. ഇതിങ്ങനെ വ്യാപകമായി ബുഖാരിയിൽ കാണാൻ കഴിയും. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു വിഭാഗമാണ് ഖവാരിജുകൾ. ഇവരുമായുള്ള യുദ്ധം നടന്നിട്ടുണ്ടല്ലോ, അതിനെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഒരു അധ്യായത്തിൽ വകാന ഇബ്നു ഉമർ യറാഹും ശിറാറ ഖൽഖില്ലാഹി വഖാല ഇന്നഹും മുൻതലഖു ഇല ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാരി ഫജഅലുഹാ അൽ മുഅ്മിനീന എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി പറയാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഈ ഖവാരിജുകളെ അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഷർറായ, ഏറ്റവും വൃത്തികെട്ട ഷർറായ മോശപ്പെട്ട വിഭാഗം ആളുകളായിട്ടാണ് അവരെ കണ്ടിരുന്നത്. വഖാല, ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു മുൻതലഖു ഇല ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാരി ഫജഅലുഹാ ലിൽ മുഅ്മിനീന. ഈ ഖവാരിജുകൾ എന്ന് പറയുന്ന ആളുകൾ, ഖവാരിജുകൾ അള്ളാഹിന്റെ ഖുർആനിൽപ്പെട്ട ചില ആയത്തുകൾ, നസലത്ത് ഫിൽ കുഫാരി കാഫിരീങ്ങളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകൾ, അതെടുത്തുകൊണ്ട് ഫജഅലുഹാ അൽ മുഅ്മിനീന മുഅ്മിനീങ്ങളുടെ മേൽ വെച്ചുകെട്ടും. കാഫിരീങ്ങളുടെ മേൽ ഇറങ്ങിയ ആയത്ത് മുഅ്മിനീങ്ങൾക്കെതിരെ ഓതുന്ന ആളുകളാണ് ഈ ഖവാരിജുകൾ. അവർ ഏറ്റവും ഷർറായ വിഭാഗമാണ് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ച് അങ്ങനെയാണ് പറയാറുള്ളത്. അവരെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരി ആ അധ്യായത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ബാബു ഖത്ലിൽ ഖവാരിജി എന്ന അധ്യായത്തിൽ, ബാബു ഖത്ലിൽ ഖവാരിജി വൽ മുൽഹിദീന ബഅദ ഇഖാമത്തുൽ ഹുജ്ജത്തി അലൈഹിം എന്ന അധ്യായത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വരെയുള്ള സനദ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇബ്നു ഉമർ അങ്ങനെ പറഞ്ഞു എന്നേ പറഞ്ഞുള്ളൂ. വഖാല ഇന്നഹു മുൻതലഖു ഇല ആയാത്തി എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ ഇതിന്റെ ഇടയിലുള്ള ആളുകളൊക്കെ പോയി. ഈ ഖവാരിജിനെ സംബന്ധിച്ച് നമുക്കറിയാം, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള വലിയ വലിയ സ്വഹാബിമാരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞവരാണ് ഈ ഖവാരിജികൾ. അതിനവർ കാരണമായി പറഞ്ഞത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവച്ചു കൊടുത്തത് കൊണ്ട് അലി റളിയല്ലാഹു അൻഹും അവരുടെ കൂടെയുള്ള അതുപോലെ അക്കാലത്തുള്ള അതിൽപ്പെട്ട മഹാന്മാരായ സഹാബിമാരും അക്കാലത്തുള്ള മുസ്ലിമീങ്ങളൊക്കെയും മുശ്രിക്കുകളാണെന്ന് അവർ വാദിച്ചു. ഇതിനവർ ഖുർആന്റെ ആയത്തുകൾ ഓതുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഷർറായ വിഭാഗമാണ് ഖവാരിജ്. ഇതേ അവസ്ഥ തുടർന്നുകൊണ്ട് പിന്നീട് മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ മുഅ്തസിലത്ത് എന്ന് പറയുന്ന വേറെ വിഭാഗം വന്നു. അവരും എന്ത് ചെയ്തു? അവരും ബഹുമാനപ്പെട്ട എം ടി ദാരിമി ഉസ്താദ് വന്നിട്ടുണ്ട്. നിങ്ങൾ മൈക്കിൽ പറഞ്ഞോട്ടാ. ഇവിടെ പലർക്കും പല ഹാലും അളകിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇസ്ലാഹൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഏതായാലും ആ നിലക്ക് മുഅ്തസിലത്തും
മഹാന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞു ബഹുമാനപ്പെട്ട സഹാബത്ത് ആ നിലക്ക് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഒരു വിഭാഗം പൊട്ടിപ്പുറപ്പെട്ടത്. അതിന് അവർ സ്വീകരിച്ച അടിസ്ഥാന നിലപാട് ഈ പറഞ്ഞതാണ്. ഇതേ നിലപാടിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാനും അതിനുവേണ്ടി ഖുർആന്റെ ആയത്തോതാനും വേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ്, അതിന്റെ ആവർത്തനമായിരുന്നു മറ്റൊരു വിഭാഗമാണ് മുഅ്തസിലത്ത്. അവരും പറഞ്ഞത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു, അതുകൊണ്ട് അക്കാലത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാണ്. അതാരാണ്? അതിൽ പ്രധാനികളായ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അബൂ യാക്കൂബ് അൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ മുശ്രിക്കുകളാണ്, അവർക്ക് തൗഹീദ് തിരിയാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഖുർആന്റെ ആയത്തോതി. ഇത് ആവർത്തനമായിരുന്നു. ആ ആവർത്തനം ഇന്ന് അവരുടെ തുടർച്ചക്കാരായി അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നു എന്ന പൊള്ളവാദം ഉന്നയിച്ചുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കാനും അതിനുവേണ്ടി ഖുർആനിന്റെ ആയത്ത് ഓതാനും വേണ്ടി നിലകൊള്ളുന്ന വഹാബികൾ, ഇന്നത്തെ വഹാബികൾ, ഈ വഹാബികൾ സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ അന്ന് ഖവാരിജിന്റെ അതേ ആവർത്തനമാണ്. ഇത് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ഖുർആനിലെ കാഫിരീങ്ങൾക്കെതിരെ ഇറങ്ങിയ ആയത്തുകൾ മുസ്ലിമീങ്ങൾക്കെതിരെ വെച്ചുകെട്ടുന്ന വിഭാഗം, അതുകൊണ്ട് അവർ ശർവന്മാരാണെന്ന് പറഞ്ഞത് വളരെ കൃത്യമായി ഇന്നത്തെ വഹാബികളുടെ മുഖത്തേക്ക് കിട്ടുന്ന അടിയാണ്. അതുകൊണ്ട് തന്നെ അത് പക്ഷേ ഇമാം ബുഖാരി താലീഖായിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, അതിന്റെ സനദ് പറയാതെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ എക്കാലത്തും അംഗീകരിച്ചു വന്ന വസ്തുത ഇമാം ബുഖാരി താലീഖാക്കി പറഞ്ഞാലും അത് സ്വീകരിക്കപ്പെടണമെന്നാണ്. പക്ഷേ ഇത് ഇവർക്ക് മുഖത്ത് കിട്ടുന്ന അടിയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ അത്തരം പ്രയോഗങ്ങൾ ഇവർക്ക് ഒരിക്കലും ദഹിക്കുന്നതല്ല. അത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവർ പറഞ്ഞാലും ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവർക്ക് പുതിയ ഒരു അടിസ്ഥാനം കെട്ടിപ്പടുക്കൽ ആവശ്യമാണ്. അതിനു വേണ്ടി ബുഖാരിയിലെ താലീഖാത്തുകളൊന്നും സനദ് പറയാതെ ഇമാം ബുഖാരി പറയുന്ന കാര്യങ്ങളൊന്നും സഹീഹല്ല, സഹീഹാണെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല എന്ന ഒരു തെറ്റായ ധാരണയും അടിസ്ഥാനവും ഉണ്ടാക്കിയെടുത്ത സമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കൽ ഇവർക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് ഇവർക്ക് എന്നും മുഖത്തേക്ക് കിട്ടുന്ന അടിയാണ്. അതിനു വേണ്ടിയുള്ള പുറപ്പാടാണ് ഉമരി മൗലവി ഇവിടെ ചെയ്തു തുടങ്ങിയത്. ഉമരി മാത്രമല്ല, ഇവരൊക്കെയും ഇപ്പൊ അവിടുന്നൊക്കെ വിട്ടിട്ടുണ്ട്. അവർ ഹദീസിന്റെ പ്രാമാണികത തന്നെ മൊത്തത്തിൽ നിഷേധിക്കുന്നിടത്തേക്ക് ഇവരെത്തുന്നുണ്ട്. ഇത് ഇവർ പണ്ടേ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഇത് വാസ്തവത്തിൽ യഥാർത്ഥത്തോട് ഒരു ബന്ധവുമില്ലാത്തതാണ്. ഇമാം ബുഖാരിയുടെ താലീഖാത്തിനെ സംബന്ധിച്ച് വിവരമുള്ളവർ, ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയട്ടെ, താലീഖാത്തിനെ സംബന്ധിച്ച് വിവരമുള്ളവർക്ക് സ്വീകരിച്ച വിഷയം നമുക്ക് വിശദീകരിക്കാം. അതോടൊപ്പം ഇവിടെ ഈ സംഭവം എടുത്തു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവർ പറഞ്ഞ ഈ സംഭവത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയാണ്, വസലഹു തബരി ഫി മുസ്നദ് അലി മിൻ തഹ്ദീബിൽ ആസാർ മിൻ തരീഖി ബുക്കൈർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അൽ അശജ് അന്നഹു സഅല നാഫിയൻ കൈഫ കാന റഅയു ബിൻ ഉമർ ഫിൽ ഹറൂരിയത്തി. ഈ ഖവാരിജിനെ സംബന്ധിച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരുടെ അഭിപ്രായം എന്തായിരുന്നു എന്ന് നാഫി എന്നവരോട് ചോദിച്ചപ്പോൾ കാന യറാഹും ശിറാറ ഖൽഖില്ലാഹി ഇൻ തലഖു ഇലാ ആയാത്തിൽ കുഫാരി ഫജഅലുഹാ ഫിൽ മുഅ്മിനീന. ഈ പറഞ്ഞത് എന്ത് ചെയ്തു? നാഫി എന്നവർ മറുപടി പറഞ്ഞു കൊടുത്തു. ഇത് വാസ്തവത്തിൽ ഇമാം ബുഖാരി സഹീഹിൽ പറഞ്ഞപ്പോൾ അതിന്റെ സനദ് ഉദ്ധരിച്ചിട്ടില്ല എങ്കിലും അത് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ഇമാം ത്വബരി, തഫ്സീറിന്റെ ഇമാമായ ഇമാം ത്വബരി തന്റെ തഹ്ദീബുൽ ആസാറിൽ വളരെ കൃത്യമായി അത് സനദ് സഹിതം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു ഖുൽതു വസനദുഹു സ്വഹീഹുൻ, ഇത് സ്വഹീഹായ സനദോടുകൂടെ ഇമാം ത്വബരി ഉദ്ധരിച്ചതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരാ പറഞ്ഞത് സ്വഹീഹായ സനദോടുകൂടി ഒരു തകരാറുമില്ലാതെ സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ ഇമാം ബുഖാരി സ്വഹീഹിൽ അങ്ങനെ സനദ് കൂടാതെ കൊണ്ടുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇമാം ബുഖാരി സനദ് ഉദ്ധരിച്ചിട്ടില്ല എന്നതുകൊണ്ട് അത് സഹീഹല്ല എന്ന അർത്ഥം കൊടുക്കുന്നത് വിവരക്കേടിന്റെ ആഴമാണ് അത് അറിയിക്കുന്നത്. അത് ഇമാം ബുഖാരി സനദ് കൊടുക്കാതിരിക്കാൻ അതിൻ്റെതായ കാരണമുണ്ട്. സനദോട് സ്ഥിരപ്പെട്ടതും സ്വീകാര്യയോഗ്യമല്ലാത്തതുമായ ഒരു കാര്യവും ഇമാം ബുഖാരി അങ്ങനെ ബുഖാരിയിൽ വെറുതെ കൊടുക്കില്ല. ഇമാം ബുഖാരിയുടെ വർത്തമാനമാണിത്, അത് വെറുതെയാക്കാൻ പറ്റില്ല.
അപ്പൊ ഇതാണ് അതിന്റെ സ്ഥിതി. ഇതുപോലെ തന്നെയാണ് ഇമാം ബുഖാരി തഅലീഖാക്കി കൊണ്ടുവരുന്നതിന്റെ ഒക്കെ സ്ഥിതി. അതിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. അതാണ് അതിന്റെ യഥാർത്ഥം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ തഅലീഖാത്തുകളുടെ സ്ഥിതി എന്താണ്? തഅലീഖാത്ത് ഇമാം ബുഖാരി തഅലീഖായി പറയുന്ന സനദ് പറയാതെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളുടെ സ്ഥിതി എന്താണ്? ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പണ്ഡിതന്മാർ പല അവരവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഇമാം ബുഖാരിയുടെ തഅലീഖാത്തിനെ സംബന്ധിച്ച് മാത്രം, സനദ് പറയാതെ ഉദ്ധരിക്കുന്ന ഈ തഅലീഖാത്തുകളെ സംബന്ധിച്ച് മാത്രം ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ബിൻ ഹജറുൽ അസ്കലാനി എന്ന് പറയുന്ന മഹാനായ ആ പണ്ഡിതന് 2-3 ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട് ആ തഅലീഖാത്തിനെ സംബന്ധിച്ച് മാത്രം പറയാൻ. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തഗ്രീഖു തഅലീഖ്. ആ തഗ്രീഖു തഅലീഖിൽ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് പറഞ്ഞത്, ഈ തഅലീഖായി കൊണ്ടുവരുമ്പോൾ ഇമാം ബുഖാരി അവിടെ ഉപയോഗിക്കാറുള്ള പദങ്ങൾ 2 തരത്തിലാണ്. ഒന്ന്, ശരിക്ക് കൃത്യമായി വ്യക്തമായി തന്നെ ഉറപ്പിച്ച് പറയും. എന്തെന്ന്? ഇപ്പൊ ഇതിൽ പറഞ്ഞതുപോലെ കാല അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർ പറഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പിച്ച് പറയല. അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർ തൊട്ട് ഇമാം ബുഖാരി ഒരു കാര്യം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു, ഉറപ്പിച്ചു പറയല. ചിലപ്പോൾ ഇങ്ങനെ പറയും, ചിലപ്പോൾ സനദ് പറയാതെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അതൊരു ഉറപ്പിച്ചു പറയലല്ല. രണ്ടിനും രണ്ടിൻ്റെതായ കാരണങ്ങളുണ്ട്, രണ്ടിൻ്റെതായ നിലവാരങ്ങളുമുണ്ട്. തള്ളപ്പെടേണ്ടതല്ല, പക്ഷെ നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞതാണെങ്കിൽ കാല അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർ പറഞ്ഞു. ഏതുപോലെ ഇപ്പൊ നമ്മളെ ഈ മൗലവി ഉദ്ധരിച്ച വിഷയത്തിലുള്ളതുപോലെ കാല ഉർവത്ത് ബിൻ സുബൈർ എന്നവർ പറഞ്ഞു, അത് അതിൽപ്പെട്ടതല്ല. ഇവിടെയും പറഞ്ഞു, അതാണ് അയാള് താരീഖിന് ഉദാഹരണമായിട്ട് താരീഖാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമരി മൗലവി ഇതാണ് ഉദ്ധരിച്ചത്. അത് അയാൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അയാളെ പറഞ്ഞതുപോലെ ഒന്നല്ല അതിന്റെ കാര്യമുള്ളത്. പക്ഷെ ഇവിടെയും ഉപയോഗിച്ചത് കാല തന്നെയാണ്. എന്തായാലും ആവട്ടെ, അയാൾ പറഞ്ഞ ഉദാഹരണം നമ്മൾ സംഭവിച്ചാൽ തന്നെ കാല തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. ഇമാം ബുഖാരി അത് ഉറപ്പിച്ചു പറയുന്നു. ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞിട്ടാണ് ഇമാം ബുഖാരി സനദ് കളഞ്ഞുകൊണ്ട് ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ ഫൈൻ ജസമ ബിഹി, ഇമാം ബുഖാരി സനദ് കളഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ കാല എന്നൊക്കെ അല്ലെങ്കിൽ റവ എന്നൊക്കെ പറയുകയാണെങ്കിലും ഫദാലിക അത് ഹുക്മും മിൻഹു ബിസ്സിഹ്ഹതി ഇലാ മൻ അല്ലഖഹു അൻഹു, ആരെ തൊട്ടാണോ തഅലീഖായി ഇമാം ബുഖാരി പറയുന്നതെങ്കിൽ അവർ വരെ ഇത് സഹീഹാണ് എന്ന് ഇമാം ബുഖാരി വിധിക്കുകയാണ് ചെയ്യുന്നത്. സഹീഹാണെന്ന വിധിയാണ് ഇമാം ബുഖാരിയെ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ കാല അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർ പറഞ്ഞു എന്നാണ്. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരെ തൊട്ടാണ് തഅലീഖായി പറയുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് പറഞ്ഞ കാര്യം അത് സഹീഹ് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയലാണ്. ഇമാം ബുഖാരിയുടെ ആ പദം ഉറപ്പിച്ചു പറഞ്ഞ ആ പ്രയോഗം ഇമാം ബുഖാരിയുടെ വിധിയാണ്. എന്തെന്ന്? അത് സഹിയാണെന്ന് വിധിക്കുകയാണ് ചെയ്തത്. ഉറപ്പിച്ചു പറഞ്ഞാൽ അത് സഹിയാണെന്ന് വിധിക്കലാണ് എന്നാണ് വിവരമുള്ളവർ ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജറുൽ അസ്കലാനി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് തഗ്രീഖു തഅലീഖിലും കാണാൻ പറ്റും. അങ്ങനെ അതിൽ തന്നെ വളരെ വിശദമായി പിന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതിന്റെ ശേഷം പിന്നെ അങ്ങനെ ഒരു ഗ്രന്ഥം പിന്നെ എന്തിനുണ്ടാക്കുന്നു എന്ന ചോദ്യത്തിന് വരെ ബഹുമാനപ്പെട്ടവർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സ്വലാഹ് അവിടുത്തെ മുഖദ്ദിമയിലും ഈ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇമാം ബുഖാരിയുടെ അംഗീകാരം തന്നെയാണ് ഉറപ്പിച്ചു പറഞ്ഞാൽ. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം നവവി അവിടുത്തെ തഖ്രീബിലും ഇമാം നവവി അവിടുത്തെ തഖ്രീബിലും ഇമാം നവവി അക്കാര്യം പ്രത്യേകം എടുത്തു. ഉറപ്പിച്ചു പറഞ്ഞാൽ അത് ഫഹുവൽ മഹ്കൂമു അലൈഹി ഫഹുവൽ മഹ്കൂമു ബിസിഹ്ഹതിഹി, സഹീഹാണെന്ന വിധിയാണ് അതിന്. അപ്പൊ ഇമാം ബുഖാരി ഒരു കാര്യം സനദ് ഒഴിവാക്കിയും കൊണ്ട് പറഞ്ഞാൽ അത് ഉറപ്പിച്ചാണ് അതിൽ പറയുന്നതെങ്കിൽ, അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ഒഴിഞ്ഞ പറച്ചിലല്ല, മറിച്ച് അങ്ങനെ ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ അത് ആ ആരത്തൊട്ട് പറഞ്ഞോ അവര് വരെ, ആരത്തൊട്ടാണ് അത് ഉദ്ധരിക്കുന്നത് അവര് വരെ ഇത് സഹീഹാണ്, സ്ഥിരപ്പെട്ടതാണ്, അതിനൊരു തകരാറുമില്ല എന്ന അംഗീകാരമാണ്. ഏതുപോലെ സുഹരി പറഞ്ഞു, ഇമാം സുഹരി പറഞ്ഞു എന്ന് ഇമാം ബുഖാരി പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമാം സുഹരി വരെ ഇക്കാര്യം സ്ഥിരപ്പെട്ടതാണ്. പിന്നെ ഞാൻ അവിടുന്ന് അങ്ങോട്ട് എതിയും ആളുകളെ പറയും. അപ്പൊ അത് നോക്കിയാൽ മതി, അത്രയുള്ളതിന്റെ കാര്യം. ഏതായാലും ആരത്തൊട്ട് തഅലീഖാക്കി പറഞ്ഞോ അവരുടെ വരെ ആ സനദ് സഹീഹ് തന്നെയാണ്, ആ വിഷയം സ്ഥിരപ്പെട്ടതാണ്, സഹീഹാണ് എന്ന വിധിയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അവിടെ നൽകുന്നത്.
അപ്പോ ഒരു നിലക്കും ഇയാൾ ഈ പറഞ്ഞ താലീഖാത്തുൽ ബുഖാരിന്റെ താലീഖാത്തുകൾ സഹീഹാണ് എന്ന് ഇമാം ബുഖാരിക്കും അഭിപ്രായമില്ല, ലോകത്ത് ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വിവരക്കേടാണ് അയാൾ പറഞ്ഞത്. ഇമാം ബുഖാരിയുടെ കിതാബിനെ ചെറുതാക്കാനും ഇവർക്ക് ദഹിക്കാത്ത ചില കാര്യങ്ങൾ അതിലുണ്ടായത് കൊണ്ട് അത് മറച്ചു പിടിക്കാനും അതിനെ നിഷേധിക്കാനും തള്ളിക്കളയാനുമുള്ള ചുവടുവെപ്പ്, അതിനുള്ള വഴി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള കുതന്ത്രമാണ്, വഞ്ചനാപരമാണ്, വളരെ നീചമാണ്, മോശപ്പെട്ട പണിയാണ് അയാൾ ചെയ്തത്. അത് ഇമാം ബുഖാരിയുടെ പേരിലും പണ്ഡിതന്മാരുടെ പേരിലും അയാൾ കളവാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞ വഹാബികളാണെന്ന് മനസ്സിലാക്കിയതാണ് എന്ത് ഇയാൾക്ക് പറ്റിയിട്ടുള്ള കുഴപ്പം. മനസ്സിലായില്ലേ? മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പിച്ച് പറയുന്നതാണെങ്കിൽ സഹീഹ് തന്നെ, ഒരു സംശയമില്ല. ഇനി അല്ലാതെ പറയുകയാണെങ്കിലോ അപ്പൊ അതിൽ നല്ല സഹിയായി സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് അതിന് അതിൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടെന്ന് മാത്രം. ചിലപ്പോൾ അതിന് ഏതുണ്ടാവും, ചില കുഴപ്പങ്ങൾ ഉണ്ടാവും. ഇമാം ബുഖാരിയിൽ കൊണ്ടുവരേണ്ട ഷർത്ത് പ്രകാരം ചിലപ്പോൾ സഹിയാകില്ല, മറ്റുള്ളവരുടെ ഷർത്ത് പ്രകാരം സഹിയായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ്, അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടുമാണ് ചിലപ്പോൾ ഉറപ്പിച്ച് പറയാതിരിക്കുന്നത്. ഏതെങ്കിലും അതൊന്നും തള്ളപ്പെടേണ്ടതല്ല എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇക്കാര്യം ഈ തഗ്ലീഖിൽ മാത്രമല്ല ഫത്ഹുൽ ബാരിന്റെ മുഖദ്ദിമയിലും ഫത്ഹുൽ ബാരിയുടെ മുഖവുരയാകുന്ന ഹുദസ്സാരിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫസ്സീഖത്തുൽ ഊല യുസ്തഫാദു മിൻഹ അസ്ഹഹതു, ഖാല റവ എന്നൊക്കെ പറഞ്ഞാൽ തറപ്പിച്ച് പറയുകയാണെങ്കിൽ ആരെ തൊട്ട് താലീഖാക്കിയോ അതുവരെ ഈ പറഞ്ഞ വിഷയം സഹീഹാണ് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിന്റെ മുഖദ്ദിമയിലും മുഖവുരയിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമതായി ആ മൗലവിയോട് പറയാനുള്ളത്, ഇവിടെ പറഞ്ഞ ഇപ്പൊ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് കാല ഉർവത്തു സുവൈബത്തിന്റെ സംഭവം റിപ്പോർട്ട് ചെയ്ത കാല ഉർവത്തു ബിൻ സുബൈർ എന്നവർ പറഞ്ഞു, ഇത് മൗലവി താലീഖല്ല, ഇത് താലീഖാണെന്ന് വരുത്താനും അതുകൊണ്ട് താലീഖൊക്കെ സ്വീകരിക്കാൻ പറ്റാത്തതാണെന്ന് വരുത്താനാണ് മുപ്പര വോയിസ് ക്ലിപ്പിലൊക്കെ മെനക്കെട്ടത്. ഇതാകട്ടെ വാസ്തവത്തിൽ താലീഖല്ല, അതാ റിപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ ഉടനെയാണ് അത് പറയുന്നത്. അതായത് ആ റിപ്പോർട്ടിന്റെ സനദിലുള്ളത് നോക്കിയാൽ തീരും. حدثني حكم بن نافع اخبرنا شعيب عن الزهري قال اخبرني عروة بن الزبير. അപ്പോൾ ആ ഹദീസ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു ഹബീബത്ത് എന്ന ഭാര്യ തന്റെ സഹോദരിയെ വിവാഹം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ആ സംഭവം റിപ്പോർട്ട് ചെയ്ത സനദ് റിപ്പോർട്ട് ആരാ കൊണ്ടുവരുന്നത്? ആ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഉർവത്ത് ബിൻ സുബൈർ. ഉർവത്ത് ബിൻ സുബൈർ ആണ് പറയുന്നത്, സൈനബ് ബിന്തു അബീ സലമത്ത് എന്നോട് പറഞ്ഞു എന്തെന്ന്, ഉമ്മു ഹബീബ അവരോട് പറഞ്ഞു കൊടുത്ത വിവരം. അപ്പൊ ഈ ഹദീസ് ഉമ്മു ഹബീബ റിപ്പോർട്ട് ചെയ്യുന്നു ആർക്ക്? അബൂ സലമത്തിന്റെ മകളാവുന്ന സൈനബിന്. സൈനബ് പറഞ്ഞു കൊടുക്കുന്ന ആർക്ക്? ഉർവത്ത് ബിൻ സുബൈർ. അപ്പൊ ഉർവത്ത് ബിൻ സുബൈർ ആണ് ഈ ഹദീസിന്റെ റാവി. ഏത് പറഞ്ഞു വെച്ചിട്ടാണ് ഇമാം ബുഖാരി പിന്നെ അതിന്റെ അടിയിൽ പറയുന്നത് കാല ഉർവത്തു എന്ന് വെച്ചാൽ എന്താ? താരീഖായി പറഞ്ഞതല്ല. അത് ഉർവ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഉർവ തന്റെ വകയായി എന്ത് ചെയ്യാണ്, ഈ സംഭവം ഈ സുവൈബിനെ സംബന്ധിച്ച് തന്റെ ശിഷ്യനായ ഇമാം സുഹരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഉർവ ഈ പറഞ്ഞത് സുവൈബത്തിനെ സംബന്ധിച്ച് ഈ ഉർവ ഈ പറഞ്ഞ സംഭവം ബഹുമാനപ്പെട്ട ഇമാം സുഹരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സുഹരിയെ തൊട്ട് ഷുഐബ് എന്നവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷുഐബ് എന്നവരെ തൊട്ട് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഹക്കം ഇബ്നു നാഫിയാണ്. ഹക്കം ഇബ്നു നാഫിനെ തൊട്ട് ആരാണ്? ഇമാം ബുഖാരിയാണ്. അത് സനദോട് കൂടെ ഉള്ളതാണ്, അവിടെ താരീഖ് അല്ലാതെ. അത് ആ സനദ് കൊണ്ട് തന്നെയാണ്. അത് ആ ഫത്ഹുൽ ബാരി അവിടെ നിന്ന് മറിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമോ? മുമ്പ് ഫത്ഹുൽ ബാരി എന്ന് കുറച്ചൊക്കെ വായിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ഇത് എന്തൊക്കെയാണ് അപ്പുറത്ത് പറഞ്ഞത് മുമ്പ് കണ്ടിട്ടില്ല. അവിടെ ഈ കാല ഉർവത്തു എന്ന് പറഞ്ഞ ആ വാക്കെടുത്ത് വെച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് പറയാൻ ഹുവ ബിൽ ഇസ്നാദിൽ മദ്കൂരി, ഈ ഇതിന്റെ മുന്നേ പറഞ്ഞ ഉർവ ഇത് പറയുന്നതിന്റെ മുൻപ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിന്റെ സനദോട് കൂടെ തന്നെയാണ് ഇത്, ആ സനദിൽ കൂടെ തന്നെ ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഇമാം ബുഖാരി ഉർവയെ തൊട്ട് താലീഖാക്കി ഉദ്ധരിച്ചതല്ല. ഹക്കം ഇബ്നു നാഫി തന്നോട് പറഞ്ഞു കൊടുത്തത് ആരെ തൊട്ട്? ഷുഐബ് എന്നവരെ തൊട്ട്. ഷുഐബ് അൻ സുഹരി ഇമാമിനെ തൊട്ട്, സുഹരി ഇമാമ ഉർവനെ തൊട്ട്. അപ്പൊ ഉർവ വരെ ഇതിന് ഏതുണ്ട്? സനദുണ്ട്.
ഉർവ വരെ ഇതിന് സനദുണ്ട്. എവിടെ? അതാ ഉദ്ധരിച്ച സനദ് തന്നെയാണത്. എന്നല്ലാതെ ഇമാം ബുഖാരി അത് ഏതാക്കിയതല്ല, താരീഖാക്കി ഉദ്ധരിച്ചതല്ല. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സഅദ് തബഖാത്തിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അഖ്ബറനാ മുഹമ്മദ് ഇബ്നു ഉമറ അൻ മഅ്മരിൻ അൻ സുഹരി അൻ ഉർവത ബിൻ സുബൈരി അന്ന സൗവൈബത കാന അബൂ ലഹബിൻ അതഖഹ. ഇമാം ബുഖാരി സഹീൽ ഉദ്ധരിച്ച ആ സംഭവം ഉർവത്ത് ബിൻ സുബൈർ തൊട്ട് സുഹരി ഇമാം, സുഹരി ഇമാമിനെ തൊട്ട് മഅ്മർ എന്നവരെ തൊട്ട് ആരി മുഹമ്മദ് ബിൻ ഉമർ അവരെ തൊട്ട് ആരി മുഹമ്മദ് ബിൻ സഅദ്, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സഅദ് തബഖാത്തിൽ. അപ്പൊ അതിന് വേറെയും സനദുണ്ട്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി കാല ഉർവത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ച ഈ സംഭവം അത് ബുഖാരിയുടെ തന്നെ അതിന്റെ മുന്നേ പറഞ്ഞ ഹദീസിന്റെ സനദോടുകൂടെ വരുന്ന വിഷയമാണത്. അല്ലാണ്ട് താരീഖല്ല, അത് താരീഖല്ല, മുത്തസിൽ തന്നെയാണത്. പിന്നെന്താണ്? അത് മാത്രമല്ല ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സഅദ് മറ്റൊരു സനദോട് കൂടി സുഹരിയിലേക്ക് ഇമാം സുഹരി ഉർവനെ തൊട്ട് എന്തായിട്ടുണ്ട്, ഇതേപോലെ ഈ സംഭവം വേറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മുത്തസിൽ തന്നെ ഒരിക്കലും ഏതല്ല, സ്വീകരിക്കാൻ പറ്റാത്ത നിലക്ക് തള്ളപ്പെടേണ്ടതല്ല. അപ്പൊ അത് സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇമാം ബുഖാരിയുടെ താരീഖാത്തുകൾ സ്വീകരിക്കാൻ പാടില്ലാത്തതാണെന്ന, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ അത് സഹിയാണെന്ന് ആർക്കും അഭിപ്രായമില്ല എന്ന മൗലവിയുടെ തട്ടിവിടൽ തികഞ്ഞ വിവരക്കേടാണ്, അല്ലെങ്കിൽ ദുരുദ്ദേശപരമാണ്. ഒന്ന് മാത്രമല്ല ഈ മൗലവി ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഈ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ചത് താരീഖാണെന്ന് വരുത്താനാണ്. അത് താരീഖല്ല, അത് സനദോട് കൂടി തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. ആ സനദ് തന്നെയാണ് അതിന്റെയും സനദ്. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിൾ ഫത്ഹുൽ ബാരിയിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സനദിലൂടെയും ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സഅദ് തബഖാത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് നിലക്കും മൗലവി ആ ശ്രമിച്ച ശ്രമം പാളിപ്പോയിരിക്കുന്നു. അത് വളരെ മോശപ്പെട്ട, വളരെ വഞ്ചനാപരമായ നിലപാടാണ് ആ വിഭാഗം സ്വീകരിക്കുന്നത്. അല്ലെങ്കിലും ദീനിനെയും സമൂഹത്തെയും വഞ്ചിക്കലാണല്ലോ ഇവരുടെ ഒക്കെ നിലനിൽപ്പ്. അതാണ് അതിനുള്ള കാരണം. ഇനി നമുക്കിവിടെ പറയാനുള്ളത്, ഈ സംഭവത്തെ, ഇതിങ്ങനൊരു സംഭവം സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതിന്റെ എപ്പോഴാണ് എത്തിക്ക് ചെല്ലിയത്, ഇതിലൊക്കെ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മുടെ ഉസ്താദുമാരെ അവിടെ അത് ഉദ്ധരിച്ചത് അത് തെളിവാക്കാനല്ല, മറിച്ച് ബുഖാരിയിൽ ഉള്ള ഈ സംഭവത്തെ, ഉള്ളത് എന്താണോ അതിനെ സംബന്ധിച്ചാണ് ഇവർ എഴുതിയത്. ഉമ്മാക്കി കഥയാണ്, ഇത് ബുഖാരിയെ നിങ്ങൾ കൊഞ്ഞനം കുത്തിയതാണെന്നാണ് ചോദിച്ചത്. പക്ഷെ ഈ കൗമിനത് തിരിഞ്ഞില്ല. അവർ വിചാരിച്ചത് നമ്മൾ തെളിവാക്കിയിട്ട് അത് ഉദ്ധരിക്കണം. മുപ്പര് ആ നിലക്കാണ് അതിന് മറുപടി അറിയാൻ പോയത്. വാസ്തവത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യം പോലും അവിടെ അവർക്കുണ്ടായ നാണക്കേട് കാരണം ചിന്താശേഷി മരവിച്ചു പോയി, ആകെ എന്താ പറയാ, സമനില തെറ്റിപ്പോയ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ചില നമ്മളെ സൽമാൻ നസരി പറയാറുള്ള ഉദാഹരണം ഉണ്ട്, ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതേപോലെ ഉള്ള ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു. അവർക്ക് പിന്നെ ഇതൊന്നും പറയണത് കേറുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, അവസാനം ഒരുത്തങ്ങോട്ട് വന്നു നിന്നിട്ട് വലിയ ഒച്ചയിൽ എന്തൊക്കെയോ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സംഗതി അങ്ങോട്ട് ഉഷാറാക്കി, ഭയങ്കര സംഭവമാക്കി. നമുക്കൊരു വലിയ ഒച്ചയിൽ പ്രസംഗിച്ചിട്ടാണ്ട് പോയി. അപ്പൊ കുറച്ച് സമാധാനമുണ്ടായി. ഇതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ തെളിവ് ഉദ്ധരിക്കുന്നത് അത് നമ്മൾ തെളിവാക്കി ഉദ്ധരിച്ചതല്ല, അത് ചരിത്രപരമായ ഒരു സംഭവമാണ്. അത് നമ്മൾ ചരിത്രമായിട്ട് തന്നെ ഉദ്ധരിക്കുള്ളൂ. സംവാദത്തിൽ നമ്മൾ തെളിവ് ഉദ്ധരിച്ചു, അത് ആയത്താണ് നമ്മൾ ആദ്യമായി തെളിവ് ഉദ്ധരിച്ചത്. അതിനെ റദ്ദ് ചെയ്യാൻ ആ മണിക്കൂറുകൾ അധ്വാനിച്ചിട്ടും അവർക്ക് സാധിച്ചില്ല. തിരിച്ച് നമ്മൾ നിങ്ങൾ അതിനൊരു അർത്ഥം കൊടുക്കുകയെന്ന് ചോദിച്ചപ്പോ അത് അവർക്ക് പറയാനും സാധിച്ചില്ല. അവസാനം മൂപ്പര് പറഞ്ഞു, കരയണമെന്നാണോ അർത്ഥം ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ണീർ ഒഴുക്കിക്കോളിയെന്നാണ്. അതന്നെ ആകെ പറഞ്ഞൊരർത്ഥമാണത്. അപ്പൊ അതാണ് അവരുടെ സ്ഥിതി യഥാർത്ഥത്തിൽ. അതൊന്നും ഏതല്ല, ഈ പറയുന്ന സംഭവത്തിന് ബാധകമല്ല. ഈ സംഭവത്തിന്റെ യഥാർത്ഥം എന്താണ്? ഇത് ഏതായാലും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് മൗലവി പറഞ്ഞതനുസരിച്ച് അയാൾ പറഞ്ഞു വരുത്തി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ ഇമാം ബുഖാരി അത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു അർത്ഥവുമില്ല, വെറുതെ ഉദ്ധരിച്ചേക്കാണ്. ഒന്ന് താരീഖാണെന്നാണ് മൂപ്പര് പറഞ്ഞത്, അത് തെറ്റാണ്. താരീഖൊക്കെ ഏതാണ്, സഹിയല്ല, താരീഖൊക്കെ സഹിയാണെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അതും തെറ്റാണ്. പിന്നെ മൂപ്പര് കുറെ കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കണത് അത് യാതൊരു അർത്ഥവുമല്ല, അത് വെറുതെയാണ്, അത് വെറുതെ ഒരു വർത്തമാനമാണ്. ഇമാം ബുഖാരി ഇത്ര കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു സഹീഹ് ഉണ്ടാക്കിയിട്ട് ഒരർത്ഥമല്ലാത്ത ഒരു വെറും വർത്തമാനാണ് ഇമാം ബുഖാരി ആ റിവായത്ത് ചെയ്തത്. ഇതൊക്കെയാണ് പിന്നെ ഈ പണ്ഡിതന്മാര് വല്ലാതെ കാര്യത്തിലെടുത്ത് പരിഗണിച്ചതും ചർച്ച ചെയ്തതും വിശദീകരിച്ചതും എന്നൊക്കെ പറയാൻ വഹാബികൾക്ക് എളുപ്പമുണ്ട്. കാരണം അവർക്കത് ആവശ്യമാണ്, എങ്കിലും അവർക്കൊക്കെ നിലനിൽപ്പുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ പ്രയാസമുണ്ട്. അതൊക്കെ അങ്ങനെ ഉദ്ധരിക്കുമ്പോൾ അതിന്റെ പിന്നിലൊക്കെ അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. അതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ചുരുക്കത്തിൽ എന്താണ് അതിന്റെ യഥാർത്ഥം? ഈ സുവൈബയെ അബൂലഹബ് എത്തിക്ക് ചെല്ലിയത് എപ്പോഴാണ്?
ഇതിൽ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ കാര്യം ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളത് എത്തുക്ക് ചെല്ലിയത് ഹിജറയുടെ മുമ്പാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടാണ്. വല്ലദീ ഫി സിയർ യുഖാലിഫു അന്നഹ അബൂ ലഹബിൻ അതഖഹ ഖബല ഹിജ്റത്തി ഹിജറന്റെ തൊട്ട് മുമ്പായിട്ടാണ്. ചില റിപ്പോർട്ടുകളിൽ ഹിജറ പോയപ്പോഴാണ് എന്നും വന്നിട്ടുണ്ട്. ഏതെങ്കിലും ആവട്ടെ അടുത്താണ്. ഇതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. അവിടെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾക്ക് മുല കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എത്തുക്ക് ചൊല്ലിയിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ പ്രസവിച്ച ഉടനെ തന്നെയാണ് എന്താക്കൽ എത്തുക്ക് ചൊല്ലിയിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. അപ്പൊ രണ്ടും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ട്, രണ്ടുമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ചരിത്രത്തിൽ രണ്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ടും നമുക്കൊന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ഇമാം സഹബി പറഞ്ഞിട്ടുള്ള താരീഖിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ എത്തുക്ക് ചെല്ലിയിട്ടുള്ളത് ഹിജറയുടെ കൊല്ലത്തിലാണ് എന്നാണ്. അങ്ങനെ ചില ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹിജറയുടെ കൊല്ലത്തിലാണ്. ആയത്തക്ക ആമൽ ഹിജറത്തി. അപ്പൊ ഹിജറ പോകുന്നതിന് മുമ്പോ ഹിജറ പോയതിന്റെ ഉടനെ ഒക്കെ ആവാം. ഇതേപോലെ ഇബ്നുൽ ജൗസിയും അങ്ങനെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ അഭിപ്രായമുണ്ട്. എല്ലാം നമ്മൾ പറയാനില്ല, ഉണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുറഹ്മാൻ സുഹൈലി വലിയ ചരിത്ര പണ്ഡിതനാണ്. ഇമാം സുഹൈലി അറിയപ്പെട്ട ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാരിൽ വളരെ ആധികാരികമായ പണ്ഡിതന്മാരായി കണക്കാക്കപ്പെടുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഇമാം സുഹൈലി. വലിയ ഹാഫിളുമാണ്, ഹദീസിന്റെ വലിയ പണ്ഡിതനുമാണ് അദ്ദേഹം. അവര് പറഞ്ഞത്, അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ തന്റെ താരീഖിലും പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ ഇമാം ഇബ്നു കസീർ താരീഖിൽ പറയുകയാണ്, വദക്കറ സുഹൈലിയു വഗൈറുഹു, ഇമാം സുഹൈലിയും മറ്റും പറഞ്ഞിട്ടുണ്ട്, അന്നർ റാഇയ ലഹു ഹുവ അഖൂഹു അൽ അബ്ബാസ് വകാന ദാലിക ബഅദ സനത്തിൻ മിൻ വഫാത്തി അബീ ലഹബിൻ ബഅദ വഖഅത്തി ബദ്രിൻ. അതായത് അബൂലഹബിനെ സ്വപ്നത്തിൽ കണ്ടയാൾ ആരാണ്? തന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ കണ്ടു എന്നാണ്. ഇത് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്, തന്റെ സഹോദരനായ, അതായത് അബൂലഹബിന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് കണ്ടിട്ടുള്ളത്. ഇതെപ്പോഴാണ് സംഭവം? കാന ദാലിക ബഅദ സനത്തിൻ മിൻ വഫാത്തി അബീ ലഹബിൻ ബഅദ വഖഅത്തി ബദ്രിൻ. ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷമാണ്. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഹിജ്റ കഴിഞ്ഞിട്ടാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഹിജ്റ കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഏതുണ്ടാവുന്നത്, നമ്മളെ ബദർ യുദ്ധം ഉണ്ടാവുന്നത്. ഒരു കൊല്ലത്തിലധികം കഴിഞ്ഞിട്ടില്ലേ? ആ ബദർ യുദ്ധത്തിന്റെ ശേഷം അല്ല, അങ്ങനല്ലേ, ഏതായാലും ഹിജ്റക്ക് ശേഷമാണല്ലോ ഏതായാലും ബദർ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. ആ ബദർ യുദ്ധം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് ആര് മരിക്കുന്നത്, ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ കാണുന്നത് അബ്ബാസ് എന്നവര് ഇയാളെ സ്വപ്നം കാണുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്. എവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞു? ഇയാൾ മരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അയാൾ മരിച്ചതോ അതും ഈ ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷമാണ്. അപ്പൊ ബദർ യുദ്ധം കഴിഞ്ഞു, ഇയാൾ മരിച്ചു, ഒരു കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് അബ്ബാസ് എന്നവർ ഇയാളെ സ്വപ്നത്തിൽ തന്റെ സഹോദരനായ അബൂ ലഹബിനെ സ്വപ്നത്തിൽ കാണുന്നത്. അതൊരു കാര്യം. വഫീഹി ഇമാം സുഹൈലി പറഞ്ഞിട്ടുണ്ട്, അന്ന അബാ ലഹബിൻ ഖാലലിൽ അബ്ബാസി, അബൂ ലഹബ് അബ്ബാസ് എന്ന് തന്റെ സഹോദരനോട് പറഞ്ഞു, ഇന്നഹു ലയുഖഫഫു അന്നി ഫീ മിസ്ലി യൗമിൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു, എനിക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടുന്നുണ്ട്. അതിന്റെ കാരണം കാലു പണ്ഡിതന്മാരത് പറഞ്ഞത് അന്നഹു ലമ്മ, ആ താരീഖിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, ലമ്മ ബശ്ശറത്തുഹു സുവൈബത്തു ബി മീലാദി ബിൻ അഖീഹി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അഅതഖഹ മിൻ സഅതിഹി, തന്റെ സഹോദരനായ അബ്ദുള്ള എന്നവർക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ആൺകുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന വിവരം സുവൈബ ചെന്ന് സന്തോഷ വാർത്ത പറഞ്ഞു. ആരോട്? അബൂലഹബിനോട്. അപ്പൊ ആ സന്തോഷത്തിലാണ് ഇത് അപ്പൊ തന്നെ എത്തിക്ക് ചെല്ലി. അതിന് പകരം ഇക്കാരണത്താൽ ഇങ്ങനെ ഇയാൾക്ക് ശിക്ഷയിൽ ചെറിയൊരു ഇളവ് കിട്ടി. പകരം അല്ലാഹു തആല അതിനുള്ള പ്രതിഫലം കൊടുത്തതാണ്. എന്നുവെച്ചാൽ അതിന് പകരമായിട്ട് റസൂലുള്ളാഹിയുടെ പേരിൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇളവ് കൊടുത്തതാണ് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം ഇബ്നു കസീർ തന്റെ താരീഖിൽ പറയുന്നുണ്ട്. ഇതേ വർത്തമാനം ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഫറജ് അൽ ഹലബി തന്റെ
സീറത്തുൽ ഹലബിയയിലും പറയുന്നുണ്ട്. വഖദ് അഅതഖഹ ഹീന ബശറതുഹു ബിവിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച സന്തോഷ വാർത്ത ഈ സുവൈബ ചെന്ന് പറഞ്ഞപ്പോഴാണ് എത്തിക്ക് ചെല്ലിയത് എന്ന് ഇമാം ഹലബി സീറയിലും പറഞ്ഞിട്ടുണ്ട്. ഐ ഫൈനഹ ഖാലതു ലഹു മാ ശഅർത അന്ന ആമിനത വലദതു വലദൻ, ഒരു വേറെ റിപ്പോർട്ടിൽ ഗുലാമൻ, ഒരാൺകുട്ടി ജനിച്ചിട്ടുണ്ടല്ലോ, ആമിനെ പ്രസവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഖാലലഹ അൻതി ഹുർറത്തുൻ, ഇയാൾ ആ സുവൈബിനോട് പറഞ്ഞു, ഈ സ്വതന്ത്രനാണ്, പോയിക്കോ, സന്തോഷം കൊണ്ട് എന്ത് ചെയ്ത് പോയിക്കോളാൻ വേണ്ടി പറഞ്ഞു. ഇതാണെന്ത് ഇമാം ഹലബി അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ബഹുമാനപ്പെട്ട ഇമാം സുഹൈലി പറഞ്ഞതാണ്, അത് എടുത്തു ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് ഷാമി സ്വാലിഹി അവിടുത്തെ സീറയാകുന്ന സുബുൽ ഹുദ വർ റഷാദിലും ഇമാം സുഹൈലി പറഞ്ഞതിന് എടുത്തു ധരിക്കുന്നുണ്ട്. ദക്കറ സുഹൈലി വഗൈറുഹു അന്ന റായ ലഹു അഖൂഹുൽ അബ്ബാസ്, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ച അതേപോലെ തന്നെ ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി തന്റെ സുബുൽ ഹുദ വർ റഷാദ് എന്ന് പറയുന്ന സീറ തങ്ങളുടെ സീറയിലും അതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പിന്നെ പറയുക, കാലഫിൽ ഖുറരി വഖ്തലഫു, ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മത്താ ആയത്ത കഹ, എപ്പോഴാണ് ഈ സുവൈബയെ അബൂലഹബ് എത്തിക്ക് ചെല്ലിയത് എന്ന കാര്യത്തിൽ. ഫഖീല, ഒരു കൗല് എന്താണ്, ആയത്ത കഹ ഹീന ബശറതുഹു ബിവിലാദത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ പ്രസവിച്ച സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴാണ് എത്തിക്ക് ചെല്ലിയത് എന്നാണ് ആ അഭിപ്രായത്തിൽ ഒന്ന്. വഹുവ സ്വഹീഹു, അതാണ് സ്വഹീഹ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി സുബുൽ ഹുദ വർ റഷാദിൽ എടുത്തു പറയുന്നത്. വഖീല, വേറെ ഒരു കൗല്, ഇന്ന ഖദീജത സഅലത് അബാ ലഹബിൻ ഫി അൻ തബ്താഹ മിന്നു ലിയഅതിഖ ഫലം യഫ്അൽ ഫലമ്മ ഹാജർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തി അഅതഖഹ അബൂ ലഹബിൻ. മറ്റൊരു കൗല്, റസൂലുള്ളാഹി മദീനത്തേക്ക് ഹിജറ പോയപ്പോഴാണ് ഇത്ക്ക് ചെല്ലിയത് എന്നാണ്. വഹുവ ലഈഫുൻ, അത് ലഈഫാണ് എന്നാണ് സുബുൽ ഹുദ വർ റഷാദ് എന്ന് പറയുന്ന ഈ ഏതിലുള്ളത്, സീറയിൽ ഉള്ളത്. ഇതും ഒരു ആധികാരിക സീറയായി കണക്കാക്കപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സന്തോഷവാർത്ത, പ്രസവിച്ച സന്തോഷവാർത്ത അറിയിച്ചപ്പോഴാണ് ഈ ഇത്ക്ക് ചെല്ലൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് സഹീഹ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു മൂസ ഇബ്നു സാലിം അബുർ റബീഉൽ ഹിംയരി എന്നവർ, അദ്ദേഹം 634 വഫാത്തായ ആളാണ്. അപ്പൊ കുറെ പഴക്കമുള്ള സീറയാണ്, ഇതൊന്നും ഈ അടുത്ത കാലത്ത് എഴുതിയതൊന്നല്ല. കിതാബുൽ ഇക്തിഫ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബു സീറയിൽ അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അബൂലഹബ് വറവാ വൈറുൽ ബുഖാരി, ബുഖാരിയിൽ അങ്ങനെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പ്രസവിച്ച സമയത്താണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന സംഭവം വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റ് റിപ്പോർട്ടുകളിൽ അന്നല്ലദീ റഅ അബാ ലഹബിൻ, അബൂലഹബിനെ കണ്ടത് മിൻ അഹ്ലിഹി വഅഖൂഹുൽ അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. വകഅന്നഹു ഖാല മതാ മക്കസ്തു ഹൗലൻ, അബ്ബാസ് എന്നവർ പറയാണ്, അബൂലഹബ് മരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അബൂലഹബിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്ത് ചെയ്തു, കണ്ടു വളരെ മോശപ്പെട്ട അവസ്ഥയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പോയപ്പോ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് വല്ലാതെ വിഷമത്തിലാണ്. ഇല്ല അന്നൽ അദാബ യുഖഫഫു അന്നി കുല്ല യൗമി ഇസ്നൈനി, എല്ലാ തിങ്കളാഴ്ചയിലും എനിക്ക് അദാബിന് ഇളവ് ലഭിക്കുന്നു. അതിന്റെ കാരണം തിങ്കളാഴ്ച റസൂലുള്ളാഹി ജനിച്ച വിവരം എനിക്ക് സുവൈബത്ത് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അൽഫബശറത്ത് അബൂലഹബിൻ, അബൂലഹബിനെ സുവൈബത്ത് എന്ത് ചെയ്തു, സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ സുവൈബത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എത്തുക്ക് ചൊല്ലിയതാണ്. ഇദ്ഹബി ഫാൻതി ഹുർറത്തുൻ എന്ന് പറഞ്ഞു. അപ്പോ ആ സീറന്റെ കിതാബിലും അഥവാ കിതാബുൽ ഇക്തിഫാ എന്ന് പറയുന്ന ആ കിതാബിലും പറഞ്ഞത് ഈ സന്തോഷ വാർത്ത, പ്രസവിച്ച സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴാണ് എന്നാണ് അതിലും ഉള്ളത്. ഇനി ഇതൊക്കെ അങ്ങോട്ട് പോട്ടെ, വഹാബികൾക്ക് ഏറ്റവും പറ്റിയൊരു മരുന്ന് ഞാൻ തരാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടോ, നിങ്ങളെ ഒരു ആളുണ്ടല്ലോ, അൽമനാറുകാരൻ റഷീദ് റിള, നിങ്ങൾ വലിയൊരു ഖുർആൻ ബയാന്റെ വ്യാഖ്യാനായിട്ട് കൊണ്ട് നടക്കാറുള്ള അൽമനാർ എന്ന് പറയുന്ന നിങ്ങളുടെ അൽമനാറിൽ റഷീദ് റിള പറഞ്ഞിട്ടുണ്ട്. എന്ത് മൂപ്പര് പറഞ്ഞു. ആരാ മൂപ്പര് ചെണ്ട? മൂപ്പര ഉസ്താദും മൂപ്പര ഇമാമൊക്കെ ആയിട്ട് വേറൊരു കോജുണ്ട്. അതാരാ ചെന്ന? മുഹമ്മദ് അബ്ദു. ഈ മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി തുടങ്ങിയുള്ള ഖോജാക്കളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല അറിയാലോ. അക്കൂട്ടത്തിലെ ഒരാളാണ് ഈ മുഹമ്മദ് അബ്ദു. ഈ മുഹമ്മദ് അബ്ദു ആരെ ഷെയ്ഖാണ്, ഉസ്താദാണ് റഷീദ് റിളന്റെ. റഷീദ് റിളാണ് ആര്? എന്തിന്റെ രചയിതാവ്? അൽമനാറിന്റെ. അപ്പൊ നിങ്ങളെ വലിയ ഖുർആൻ വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തലയിലേക്ക് നടക്കാറുള്ള ആ അൽമനാറുകാരൻ, അയാളുടെ അൽമനാറ് റഷീദ് റിള പറയാണ് എന്തെന്ന്, വേറൊരു വിഷയം സംസാരിക്കുകയാണ്. അതായത് കാഫിർ ഒരു കാര്യം ചെയ്താൽ
അതിന് കാഫിറിന് ആഖിറത്തിൽ ഗുണം കിട്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ വലിയ ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഈ റഷീദിലുള്ള അൽമനാറിൽ പറയാം, ബൽ വറദ ഹദീസും ബിത്തഖ്ഫീഫി അൻ അബീ ലഹബിൻ ലിഅത്തിഹി സുവൈബത ഹീന ബുശ്ശിറ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? അബൂലഹബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സമയത്ത് അയാൾ സുവൈബയെ എത്തിക്ക് ചൊല്ലി. അത് കാരണം അയാൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം പോലും ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് അയാളുടെ പ്രയോഗം. ഹദീസ് എന്നാണ് പ്രയോഗിച്ചത്. അതിനെ സംബന്ധിച്ച് ഫൈസൽ വല്ലാണ്ട് പറയണം, അതിനെ ഹദീസ് എന്നൊന്നും പറയാൻ പാടില്ല. ഹദീസ് എന്നതിന് പല പ്രയോഗങ്ങളുണ്ട്. അത് ഫൈസലിന് തിരിയാണ്ടാണ്, ഫൈസലിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇപ്പൊ കണ്ടില്ല നിങ്ങളെ മൗലവി പറഞ്ഞത്, റഷീദിലുള്ള പറഞ്ഞ ബൽ വറദ ഹദീസും ബിത്തഖ്ഫീഫി. ഹദീസ് എന്നാണ് അയാൾ പ്രയോഗിച്ചത്. അങ്ങനെ പ്രയോഗമുണ്ട്, മനസ്സിലായില്ലേ? അവിടെ തന്നെ അയാൾ പ്രത്യേകം എടുത്തു പറയും, ഹാദാ അബൂ ലഹബിൻ ഹുവല്ലദീ നസല ഫീ തബ്ബത് യദാ അബീ ലഹബിൻ. തബ്ബത് യദാ അബീ ലഹബിൻ എന്ന് പറഞ്ഞ് ലാനത്ത് ചെയ്തുകൊണ്ട് ശപിച്ചുകൊണ്ട് ആയത്തിറങ്ങിയ ആളാണ് ഈ അബൂ ലഹബ്. ആ അബൂ ലഹബിന് പോലും തങ്ങളുടെ പേരിൽ സന്തോഷിച്ചപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? ശിക്ഷയിൽ ഇളവ് ലഭിച്ചിട്ടുണ്ട് എന്ന് ആര് പറയുന്നു? റഷീദിലുള്ള അയാളുടെ അൽമനാറിൽ പറയുന്നു. ഇനിയിപ്പോ നിങ്ങൾ എന്താ പറയാ? അതിപ്പോ ഖുറാഫികളും സമസ്തക്കാരുണ്ടാക്കിയതൊന്നല്ലല്ലോ. ചില ഈ അൽമനാറിന്റെ ചില കോപ്പികളൊക്കെ എടുത്തു നോക്കി അതിന്റെ ചട്ടപ്പുറത്ത് 1-ാം നമ്പർ നുണ എഴുതിച്ചിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് കണ്ടാല് മുസ്ലിം ചരിത്രത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ആധികാരികമായ ഒരു ഗ്രന്ഥം ആകത് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു വെറും സത്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അതിന്റെ പുറത്ത് എഴുതിച്ചിട്ടുള്ളത്. പച്ച നുണ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പച്ച നുണയാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിലാണ് പറയണത് എന്തെന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴാണ് ഈ ചങ്ങായി ആരെ എത്തിക്ക് ചെല്ലിയത്? സുവൈബയെ എത്തിക്ക് ചെല്ലിയത് എന്നാണ് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, മറ്റൊരു വസ്തുത കൂടിയുള്ളത്, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അസീർ അതായത് ജാമിഉൽ ഉസൂൽ, നമുക്കറിയാം ജാമിഉൽ ഉസൂൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 6 സിഹാഹു സിത്തകളെ ഒരുമിച്ച് കൂട്ടിയ ഒരു ഗ്രന്ഥമാണിത്, ജാമിഉൽ ഉസൂൽ. ബഹുമാനപ്പെട്ട ഇമാം അബു സഅദാത്ത് ഇബ്നുൽ അസീറാണ് അതിന്റെ രചയിതാവ്. ഈ ഇബ്നുൽ അസീർ ഇത് രചിച്ചിട്ടുള്ളത് അതിന് അവലംബമായി മറ്റൊരു ഗ്രന്ഥമുണ്ട്, ജാമിഉൽ ഉസൂൽ. ബുഖാരി, മുസ്ലിം, മുവത്ത, അതേപോലെ അബൂദാവൂദ്, തുർമുദി, നസായി, ഇങ്ങനെ 6 ഗ്രന്ഥങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ജാമിഉൽ ഉസൂലിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയ പലരും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആളാണ് ബഹുമാനപ്പെട്ട റസീൻ ഇബ്നു മുആവിയ എന്ന് പറയുന്നവർ. ബഹുമാനപ്പെട്ട റസീൻ ഇബ്നു മുആവിയ എന്നവരും ഇതേപോലെ ഇബ്നുൽ അസീറിന്റെ മുൻപ് തന്നെ ഏതിനെ ജമ്മു ചെയ്ത ആളാണ്, സിഹാഹു സിത്തകളെ ഒരുമിച്ച് കൂട്ടിയ ആളാണ്. അതിൽ ബഹുമാനപ്പെട്ട റസീൻ ഇബ്നു മുആവിയ ഒരുമിച്ച് കൂട്ടിയ അതിന്റെ ഒരു നുസ്ഖ, അതിന്റെ ഒരു കോപ്പി, ആ കോപ്പിയെ അവലംബിച്ചുകൊണ്ടാണ് പിന്നീട് ആര് ജാമിഉൽ ഉസൂൽ ഉണ്ടാക്കുന്നത്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അസീർ ജാമിഉൽ ഉസൂൽ ഉണ്ടാക്കുന്നത്. പക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഈ നമ്മളുടെ കയ്യിൽ ഇന്ന് നിലവിലുള്ള ഇബ്നുൽ അസീറിന്റെ ജാമിഉൽ ഉസൂൽ, ആ ജാമിഉൽ ഉസൂലിൽ ഇല്ലാത്ത ചില കൂടുതലായി സിയാദത്തുകൾ എന്ന് പറയും. ആ സിയാദത്തുകൾ എവിടെ ഉണ്ട്? റസീൻ ഇബ്നു മുആവിയത്ത് എന്നവരുടെ കിതാബിലുണ്ട്. രണ്ടു കൂട്ടരും ജമ്മു ചെയ്തത് എന്തെന്നെയാണ്? സിഹാഹു സിത്തകളെയാണ്. അപ്പൊ സിഹാഹു സിത്തയാകുന്ന 6 കിതാബുകളെ റസീൻ ഇബ്നു മുആവിയത്ത് എന്നവർ ജമ്മു ചെയ്തു. അതിനെ തന്നെയാണ് ആരും ജമ്മു ചെയ്തത്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അസീറും. ഇതിൽ നിന്ന് ഇബ്നുൽ അസീറിന്റെ ജമ്മു ചെയ്തപ്പോൾ അതിൽ ഇല്ലാത്ത കൂടുതലായി ചില കാര്യങ്ങൾ ഏതിലുണ്ട്? ചില ഹദീസുകളിലും ചില ഹദീസിന്റെ വാക്കുകളിലൊക്കെ എന്തുണ്ട്? കൂടുതലായിട്ട് മറ്റേതിലുണ്ട്? റസീൻ ഇബ്നു മുആവിയത്ത് എന്നവരുടെ ജാമിഉൽ ഉസൂലിലുണ്ട്. ഈ ഉള്ളതിനെ സംബന്ധിച്ച് ഇന്ന് സാധാരണ നമ്മുടെ സിഹാഹു സിത്ത ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഉള്ള കോപ്പി, ആ കോപ്പി പ്രകാരമാണ് ആര് ജമ്മ ചെയ്തിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അസീർ. എന്നാൽ റസീൻ ഇബ്നു മുആവിയന്റെ കോപ്പി ഉണ്ടല്ലോ, മൂപ്പര് ജമ്മ ചെയ്ത ആ സിഹാഹു സിത്ത, അതിൽ കുറച്ച് ചില കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ സിയാദാത്തുകൾ, റസീൻ ഇബ്നു മുആവിയന്റെ സിയാദാത്തുകൾ സ്വീകരിക്കാൻ പറ്റോ ഇല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സിലാക്കണം, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം സഹബി പോലെയുള്ളവരൊന്നും അത് അംഗീകരിക്കുന്നില്ല. റസീൻ ഇബ്നു മുആവിയന്റെ സിയാദാത്തുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അവരുടെ നിലപാട്. അവർക്ക് അതിന്റെ കാരണം ഉണ്ടായിരിക്കും. പണ്ട് ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ റസീൻ ഇബ്നു മുആവിയന്റെ കിതാബിനെ അവലംബമാക്കിയിട്ടാണ് ആര് കിതാബ് ഉണ്ടാക്കുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നുൽ അസീർ ജാമിഉൽ ഉസൂൽ ഉണ്ടാക്കുന്നത്. അത് അദ്ദേഹം തന്നെ അതിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്.
ആ റസീൻ ഇബ്നു മുആവിയന്റെ സിയാദത്തിനെ സംബന്ധിച്ച് ഈ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അസീർ എന്താ പറഞ്ഞത്? ഇബ്നുൽ അസീർ പറഞ്ഞത് വറഅയ്തു ഫീ കിതാബിഹി, ഈ റസീൻ ഇബ്നു മുആവിയന്റെ ജാമിയിൽ ഞാൻ കണ്ടു അഹാദീസ് കസീറത്തൻ ലം അജിദ്ഹാ ഫിൽ ഉസൂൽ അല്ലതി ഖറഅതുഹാ വസമിഅതുഹാ വനഖൽതു മിൻഹാ, ഞാൻ പഠിക്കുകയും എനിക്ക് ലഭിക്കുകയും ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്ത, അതിൽ നിന്നിങ്ങോട്ട് പകർത്തിയതാണല്ലോ ചെയ്യുന്നത്. എന്റെ കയ്യിൽ കിട്ടിയ ഈ സിഹാവ് സിത്തകൾ, ഈ 6 കിതാബുകൾ, ഇതിൽ എന്റെ കയ്യിൽ കിട്ടിയ കോപ്പികളിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സിയാദാത്തുകൾ, ചില ഹദീസുകളും ചില ഹദീസിന്റെ പ്രയോഗങ്ങളിലും മറ്റൊക്കെ ഉള്ള സിയാദാത്തുകൾ ആരുടെ കിതാബിലുണ്ട്? റസീൻ ഇബ്നു മുആവിയന്റെ കിതാബിലുണ്ട്. റസീൻ ഇബ്നു മുആവിയയും ഈ 6 കിതാബ് തന്നെയാണ് ജമ ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം മൂപ്പര് പറയണത് വദാലിക ലിഖ്തിലാഫിൻ നുസഖി വത്തുറുഖി, അത് കോപ്പികൾ നുസ്ഖകൾക്കുള്ള വ്യത്യാസമാണ് അതിന്റെ കാരണമെന്നാണ് പറഞ്ഞത്. അതായത് സിഹാഉ സിത്ത എന്ന് പറയുന്ന ബുഖാരി, മുസ്ലിം, മുവത്ത, അബൂദാവൂദ്, തുർമുദി, നസായി, ഈ 6 കിതാബുകളും അതിന്റെ ഇമാമിയങ്ങൾ രചിക്കുമ്പോ അത് അവരിങ്ങനെ അവരുടെ ജീവിതകാലം മുഴുവനും അതിനെ പരിപാലിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എല്ലാ കോപ്പികളും ഒരുപോലെയല്ല, അതിൽ വ്യത്യാസങ്ങളുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുവത്തയെ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യഹ്യ ഇബ്നു യഹ്യ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹ് ബിൻ മസ്ലമത്തുൽ ഖാനബി റളിയല്ലാഹു, അങ്ങനെ തുടങ്ങി, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി തുടങ്ങിയുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുവത്തയെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാലിക് ഇമാമിന്റെ മുവത്ത തന്നെയാണ്. പക്ഷെ ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. എന്താ കാരണം? മാലിക് ഇമാം ഒരു കിതാബ് രചിച്ചിട്ട് പിന്നെ അതവിടെ പൂട്ടിയൊക്കെയല്ല, പിന്നെ ആ കിതാബിന്റെ അധ്യായങ്ങൾ, അതിൽ കൊണ്ടുവരുന്ന ഹദീസുകൾ, അത് ചിലപ്പോൾ എന്താവും, ഈ ഹദീസാണ് ഇവിടെ കൊടുക്കാൻ ഈ ബാബിനോട്, ഈ അധ്യായത്തോട് ഏറ്റവും യോജിപ്പ് എന്ന് തോന്നുമ്പോൾ അത് കൊടുക്കും. പിന്നെ അതിനേക്കാൾ നല്ലത്, കൂടുതൽ ഉപകാരപ്രദം അല്ലെങ്കിൽ കൂടുതൽ പ്രബലം ഒക്കെ ആയി തോന്നുന്ന വേറെ ഏതെങ്കിലും കിട്ടുമ്പോഴോ ഇത് മാറ്റി അത് കൊടുക്കും. അപ്പൊ ഇത് രണ്ടും മാലിക് ഇമാമിന്റെ തന്നെയാണ്. പക്ഷെ ഈ ആൾക്ക് കിട്ടുന്നതായിരിക്കും ആദ്യം ഉണ്ടാക്കിയ കോപ്പി ആയിരിക്കും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ആ കോപ്പി ആയിരിക്കും. അതാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുക. അതിന്റെ ശേഷം ചിലപ്പോൾ മാലിക് ഇമാമിൽ എന്തെങ്കിലും ഉണ്ടാക്കി ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കും. അതും മാലിക് ഇമാമിന്റെ തന്നെയാണ്. അതായിരിക്കും രണ്ടാമത് വരുന്ന ആൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ അദ്ദേഹം അതായിരിക്കും റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കിതാബുകൾക്ക്. ഇതൊന്നും വൈരുദ്ധ്യമല്ല, ഇതൊക്കെ ഒരാളുടെ തന്നെയാണ്, അവർ തന്നെ വരുത്തുന്ന വ്യത്യാസങ്ങളാണ്. അതൊക്കെ അവരുടെ തന്നെ അംഗീകരിച്ചത് തന്നെ. ഇങ്ങനെയുള്ള കോപ്പികളിൽ ഏത് വരും വ്യത്യാസങ്ങൾ വരും. ഇതാണ് റസീൻ ഇബ്നു മുആവിയത്തിന്റെ കിതാബിൽ സിയാദത്തുകൾ വരാനുണ്ടായ കാരണം എന്നാണ് ഇബ്നുൽ അസീർ പറയുന്നത്. അതായത് ഈ 6 കിതാബുകളും ഇബ്നുൽ അസീറിന് കിട്ടിയ കോപ്പിയല്ല ആർക്ക് കിട്ടിയിട്ടുള്ളത്? റസീൻ ഇബ്നു മുആവിയത്ത് എന്നവർക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ തനിക്ക് ഇബ്നുൽ അസീറിന് ഒക്കെ കിട്ടിയ ആ കോപ്പിയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഏതിലുണ്ട്? അവർക്ക് കിട്ടിയിട്ടുള്ള കോപ്പികളിലുണ്ട്. അത് രണ്ടും ശരി തന്നെയാണ്. അപ്പൊ കോപ്പികളുടെ വ്യത്യാസമാണ്, പകർന്നു കിട്ടിയ അവരവർക്ക് ലഭ്യമായ കോപ്പികളിൽ ഉള്ള വ്യത്യാസമാണ്. അതുകൊണ്ടൊരു പ്രശ്നമില്ല എന്ന നിലപാടാണ് ആർക്കുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അസീർ ജാമിഉൽ ഉസൂലിന്റെ മുസന്നിഫാവുന്ന ഇബ്നുൽ അസീർ ആരുടെ സിയാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്? റസീൻ ഇബ്നു മുആവിയത്തിന്റെ സിയാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഈ സിയാദത്ത് അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അസീർ പറയാണ്, വസാദ റസീനുൻ, റസീന്റെ സിയാദത്തിലുണ്ട് എന്ത്? ഫീ റിവായത്തിൻ ഖാല ഉർവത്തു, ഒരു റിവായത്തിൽ ഉർവ പറയാണ്, ഒരു റിവായത്തിലുണ്ട് ഉർവ പറഞ്ഞു എന്തെന്ന്? വസുവൈബത്തു മൗലാത്തുൽ അബീ ലഹബിൻ, സുവൈബ അബൂ ലഹബിന്റെ മൗലാത്താണ്, അടിമ സ്ത്രീ ആയിരുന്നു, മോചിപ്പിച്ചതാണ്. വകാന അഅതഖഹ, ഈ റസീന്റെ കിതാബിലുള്ളതാണ് ഇമാം ഇബ്നുൽ അസീർ ജാമിഉൽ ഉസൂലിൽ സിയാദത്താണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. വകാന അഅതഖഹ, ഈ അബൂ ലഹബ് ഈ സുവൈബത്തിനെ എത്തിക്ക് ചെല്ലിയതായിരുന്നു. ഹീന ബശറതുഹു ബിമീലാദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ എത്തിക്ക് ചെല്ലിയതാണ് എന്നാണ് ഉർവ പറഞ്ഞിട്ടുള്ളത്. ഫാറുല്ലാത്ത്, അങ്ങനെ എത്തിക്ക് ചെല്ലി. ഫാറുല്ലാത്ത്, അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെ എത്തിക്ക് ചെല്ലി സുവൈബ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്ത് ചെയ്തു? മുല കൊടുത്തു. ഫലമ്മാ മാത അബൂ ലഹബിൻ കാഫിറൻ, പക്ഷെ അബൂ ലഹബ് കാഫിറായിട്ട് മരിച്ചു പോയല്ലോ. പക്ഷെ അതിന്റെ ശേഷം റആഹുൽ അബ്ബാസു, അബ്ബാസ് റളിയല്ലാഹു അൻഹു അയാളെ ഫിൽ മനാമി, സ്വപ്നത്തിൽ കണ്ടു. അത് ബഅദമാ അസ്ലമൽ അബ്ബാസു, അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന്റെ ശേഷമാണ് കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? തടവിൽ പിടിച്ചപ്പെട്ട ആളാണല്ലോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു. പിന്നെ മൂപ്പര് മുസ്ലിമായതാണല്ലോ. ആ മുസ്ലിമായതിന്റെ ശേഷം കണ്ടു.
ബിശർരി ഹൈബത്തിൻ, വളരെ മോശപ്പെട്ട അവസ്ഥയിൽ. ഫഖാല ലഹു, അബ്ബാസ് എന്നവർ ഈ അബൂലഹബിനോട് ചോദിച്ചു, മാദാ ലഖീത, എന്താ ചെന്നിട്ടുള്ള അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ, ഖാല ലം അൽക ഖൈറൻ ബഅദകും, മരിച്ചതിന് ശേഷം ഒരു സന്തോഷവും കിട്ടിയിട്ടില്ല. ഗൈറ അന്നി സുഖീതു, എനിക്ക് കുടിപ്പിക്കപ്പെടുന്നുണ്ട്. ഔസ്ക, എനിക്ക് കുടിപ്പിക്കപ്പെടുന്നു. ഫി ഹാദിഹി യാനി നുക്റത ഇബ്ഹാമിഹി, അയാളുടെ തള്ളവിരലിന്റെ ഒരു ഇതിൽ നിന്ന്, പറഞ്ഞാൽ ഇതിന്റെ തള്ളവിരലിന്റെ ഈ മുൻഭാഗത്തുള്ള ഇതിനാണ് പറയാ, അതിൽ നിന്ന് എന്താക്കുന്നു, എനിക്ക് കുടിക്കുന്നു, ഞാൻ ചപ്പി കുടിക്കാൻ കിട്ടുന്ന അർത്ഥം. പിന്നെ കുല്ല ലൈലത്തി സ്നൈനി, എല്ലാ തിങ്കളാഴ്ച ദിവസവും രാത്രികളിലും, സുവൈബയെ എത്തിക്ക് ചെല്ലിയതാണ് അതിന്റെ കാരണം എന്ന് ആണ് ഉർവ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട റസീബ് ഇബ്നു മുആവിയ തന്റെ ജാമിഉൽ ഉസൂലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സിഹാഉ സിത്തയിൽ ഉള്ള ഒരു റിപ്പോർട്ടാണത്. ആ റിപ്പോർട്ടുള്ള, ഈ പറഞ്ഞ റിപ്പോർട്ടുള്ള നുസ്ഖയല്ല ഇന്ന് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ആ നുസ്ഖ ലഭ്യമായത് കൊണ്ടാണ് അതിൽ എന്ത് ചെയ്തിട്ടുള്ളത് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ആര് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അസീർ ജാമിഉൽ ഉസൂൽ പറയുന്നു. അപ്പോൾ ചരിത്രപരമായും എന്ന ചില റിപ്പോർട്ടുകളിൽ തന്നെയും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സന്തോഷവാർത്ത അറിയിച്ച സമയത്താണ് ഈ എത്തുക്ക് ചെല്ലൽ ഉണ്ടായിട്ടുള്ളത് എന്ന് എന്തുണ്ട്? രണ്ടുമുണ്ട്. ഹിജറ പോയപ്പോഴാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ അല്ല, ഈ സമയത്താണ് സന്തോഷവാർത്ത ലഭിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞവരും കുറവല്ല, ധാരാളമുണ്ട്. അത് ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ സീറകളിലും അതുപോലെ എന്നല്ല ഈ റിപ്പോർട്ടുകളിൽ തന്നെ അക്കാര്യം വന്നിട്ടുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിലും വഹാബി കിതാബിലും അതുണ്ട്. എന്നാൽ ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ രണ്ടും വ്യക്തമല്ല. എപ്പോഴാണ് ആ എത്തുക്ക് ചെല്ലൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഒരു കാര്യം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടോ, ഇവിടെ പറഞ്ഞ റിപ്പോർട്ടിൽ ഉർവ പറഞ്ഞതനുസരിച്ച് എന്താണ് പറഞ്ഞത്? കാന അബൂ ലഹബിൻ അബൂലഹബ് എത്തുക്ക് ചെല്ലി അപ്പോ ആര് മുല കൊടുത്തു എന്നാണ്, സുവൈബ മുല കൊടുത്തു എന്നാണ് ഈ റിപ്പോർട്ട്. പ്രത്യക്ഷത്തിൽ ലാഹിറുഹു അന്ന ഇത്ഖഹു ലഹാ കാന ഖബ്ല ഇർളാഇഹാ, മുല കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, റിച്ച പ്രസവിച്ച സമയത്ത് തന്നെ ആദ്യം തന്നെ മുല കൊടുത്ത കൂട്ടത്തിൽപ്പെട്ട ആളാണ് സുവൈബ. പിന്നെയാണ് ഹരീമത്ത് എന്നവർ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോ ആദ്യം തന്നെ, അതായത് പ്രസവിച്ച ഉടനെ തന്നെയാണ് എത്തുക്ക് ചെല്ലിയിട്ടുള്ളത് എന്നാണ് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ട്. പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് അറിയിക്കുന്നത്. രണ്ടും സാധ്യതയുണ്ട് റിപ്പോർട്ടിൽ, പക്ഷെ പ്രത്യക്ഷത്തിൽ ലാഹിർ അതാണ്. എന്നാ പിന്നെ ചരിത്രത്തിൽ അല്ലാതെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ രണ്ടുമുണ്ട്. ചരിത്രത്തിൽ ഇമാം ബുഖാരിയുടെ റിപ്പോർട്ട് പ്രത്യക്ഷത്തിൽ പ്രസവിച്ച ഉടനെയാണ് എത്തുക്ക് ചെല്ലിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ പ്രസവിച്ച ഉടനെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴാണ് എത്തുക്ക് ചെല്ലൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ധാരാളം ആധികാരിക രേഖകളിൽ ഉണ്ട്. രണ്ടും സ്വീകരിക്കാം. അതൊരിക്കലും തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ സന്തോഷിക്കില്ല എന്ന് ശഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ മറ്റേ സ്വീകരിച്ചോട്ടെ, നമ്മൾക്കൊരു എതിരൊന്നുമില്ല. എന്നാൽ ഇത് തള്ളപ്പെടേണ്ടതാണോ? ഇതും ഉണ്ട്, ഇങ്ങനെയും ഏതുണ്ട്, ആധികാരികമായ രേഖകളിൽ ഉണ്ട്. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിട്ടെ. ഇവിടെ അബൂലഹബിന് ഇപ്പോ ഒരു ഗുണം കിട്ടുകയാണ്. കാഫിർ ചെയ്ത അമലുകൾക്ക് ഗുണം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ രണ്ടു കൂട്ടർക്കും വ്യക്തമായി, രണ്ടു കൂട്ടർക്കും തെളിവായി ഉദ്ധരിക്കാൻ കഴിയും. കാഫിരീങ്ങൾ ചെയ്ത അമലുകൾ അല്ലാഹു തആല നിർവീര്യമാക്കി കളയും എന്ന ആയത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം കാഫിറിന് അയാൾ ചെയ്യുന്ന ഒരു അമല് കൊണ്ടും എന്തില്ല, ഗുണം ലഭിക്കുകയില്ല എന്നാണ് അതിന്റെ ലാഹിർ. അതേസമയം പരിശുദ്ധ ഖുർആൻ തന്നെ എന്ന് പറഞ്ഞു, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമത്തി ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. അത് പറഞ്ഞതെന്താ? ഖിയാമത്ത് നാളിൽ നന്മ തിന്മ തൂക്കാനുള്ള മീസാൻ നിശ്ചയിക്കപ്പെടും. ഒരു നഫ്സും ചെയ്ത ഒരു കാര്യം പോലും എന്താവൂല, ഒരു അണു പോലും നഷ്ടപ്പെടുകയില്ല. അള്ളാഹു ആരെയും നഷ്ടപ്പെടുത്തുകയില്ല. ഒക്കെ കൃത്യമായിട്ട് അള്ളാഹു തആല കൊണ്ടുവരും. ഇതിന്റെ ലാഹിർ എല്ലാവർക്കും അവരവർ ചെയ്തേണ്ട വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ്. എന്നുവെച്ചാൽ ചിലപ്പോ അതെന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനം കിട്ടുമെന്നൊന്നും അതിനർത്ഥമല്ല, കാഫിറിന് നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നല്ല. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആവുകയില്ല. കടുത്ത കാഫിറാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷയാവില്ലല്ലോ ഒരു സാധാരണ കാഫിറിനും. അയാൾ എന്തെങ്കിലും നന്മകളുള്ളവനാണെങ്കിൽ എല്ലാവർക്കും ഒരു കൊടും ഫിർഔന് കിട്ടുന്ന ശിക്ഷ അല്ലേ
അദ്ഖിലു ആല ഫിറഔന അശദ്ദൽ അദാബ്. അപ്പൊ അദാബ് എല്ലാം ഒരുപോലെയല്ല. ആലു ഫിറഔന് കിട്ടുന്ന അദാബ് അശദ്ദാണ്. അതുപോലെയാണോ സാധാരണ ഒരു കാഫിറിന് അല്ലാഹു തആല ശിക്ഷിക്കുക? അല്ലാഹു തആല ഒരിക്കലും എന്താ അനീതി കാണിക്കില്ല. അപ്പൊ ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് വലിയ കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ രണ്ടു കൂട്ടർക്കും തെളിവാക്കാൻ പറ്റുന്ന തരത്തിൽ എന്തുണ്ട് ഖുർആന്റെ ആയത്തുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസവുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഈ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ചർച്ച ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി പറയുകയാണ്, ഇളവ് ലഭിക്കും ആഖിറത്തിൽ, അതിനുള്ള എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയുന്ന ആളുകൾ മൻ കാന ബിൽ അവ്വലി സഅമ അന്നൽ മുറാദ ബിൽ ആയത്തി വൽ അഖ്ബാരി അന്നഹു ലാ യകൂനു ലി ഹസനാത്തിൽ കാഫിരി മൗഖിഉ തഖ്ലീസ് മിനൻ നാർ. ഈ പറഞ്ഞ ആയത്തുകളൊക്കെ അറിയിക്കുന്നത് കാഫിറിന് നരകത്തിൽ നിന്ന് മോചനം കിട്ടുമെന്നൊന്നും അതിനർത്ഥമല്ല, സ്വർഗത്തിലെ പ്രവേശനം ലഭിക്കുന്നതിന് അർത്ഥമല്ല. പിന്നെ വഖദ് യജൂസു അൻ യുഖഫഫ അൻഹു മിൻ അദാബിഹി അല്ലദി ഇസ്തൗജബഹു ബിസയ്യാത്തി. മറ്റ് ചീത്ത പ്രവർത്തനങ്ങൾ കാരണമായി അയാൾക്ക് അതിനും ശിക്ഷ ഉണ്ടാവുമല്ലോ. കുഫറിന്റെ മാത്രമല്ല മറ്റു സയ്യാത്ത് ചീത്ത ചെയ്യുന്നതിന്റെ ശിക്ഷകളും ഉണ്ടാവും. ആ ശിക്ഷകളിൽ എന്തുണ്ടാവാം? ഇളവുണ്ടാവാം, കുറവുണ്ടാവാം എന്നാണ് ആദ്യം പറഞ്ഞവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞവരോ ഒരു നിലക്കും വരില്ല. കാഫിറിന് ഒരു ഉപകാരവും അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരു നിലക്കും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞവരോ വൈന്നമായ കാഫിർ ചെയ്യുന്ന നന്മകളിൽ യാതൊരു ഗുണവും ഇല്ല എന്ന് പറയുന്ന ആളുകളോ അവർക്ക് പിന്നെ വേറെ വിഷയമുണ്ടല്ലോ. രണ്ട് കാര്യമുണ്ട്. ഒന്ന് അബൂ താലിബിന്റെ കാര്യം. അബൂ താലിബ് കാഫിറാണെന്ന് പറയുന്നത് പ്രകാരം, മുസ്ലിം ആയിട്ടില്ല എന്ന് പറയുന്നത് പ്രകാരം അബൂ താലിബിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. എന്തെന്ന്? അബൂ താലിബ് നിങ്ങളെ വല്ലാതെ സഹായിച്ച ആളാണല്ലോ നബിയെ, അങ്ങേക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അബൂ താലിബിന് ചെയ്തു കൊടുക്കാൻ സാധിച്ചോ? അങ്ങ് എന്തെങ്കിലും ഒരു ഉപകാരം അബൂ താലിബിന് ചെയ്തു കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, അതെ, എന്റെ കാരണമായി അബൂ താലിബിന് എന്ത് ചെയ്യുന്നുണ്ട്? ശിക്ഷയിൽ ഇളവ് ലഭിക്കും. അതെന്താണ്? ഇന്നഹു ലഫീ ലഹ്ലാഹി മിൻ നാർ, ഒരു ചെരുപ്പ് ധരിപ്പിക്കൽ മാത്രമാണ് ആൾക്ക് കിട്ടുക. ആരുടെ ശിക്ഷ? അബൂ ലഹബിന്. അതിന്റെ ഫലമായി തന്നെ തലച്ചോറ് തിളക്കും, അതാണ് നരക ശിക്ഷ. എന്നാലും മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെയുള്ള വലിയ ശിക്ഷ ആർക്കില്ല? അബൂ ലഹബിന്, അബൂ താലിബിനില്ല. അത് എന്റെ കാരണമായി ലഭിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോ അബൂ താലിബ് കാഫിറാണെന്ന് പ്രകാരം തന്നെ എടുക്കുമ്പോ ഈ ഇതൊരു ഗുണം ലഭിച്ചതാണല്ലോ, ഇവിടെ ദുനിയാവിൽ ചെയ്ത നന്മക്ക് കിട്ടിയ ഗുണം ആണല്ലോ അത്. അപ്പൊ ഇതെങ്ങനെ ശരിയാവുക എന്നൊരു വിഷയമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സംഭവം. അപ്പൊ ഒരു നിലക്കും കാഫിറിന് ഒരു ഗുണവും ലഭിക്കുകയില്ല എന്ന് പറയുന്നവർ പിന്നെ എന്ത് ചെയ്യും? ഈ സംഭവങ്ങൾ എന്ത് ചെയ്യും? അത് അജ്ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കാഫിറിന്റെ നിയമം കാഫിറിനൊന്നും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെന്താണ്? തങ്ങൾക്ക് വേണ്ടി തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല ഇവർക്ക് ചില ഇളവ് കൊടുത്തതാണ്. തഫീബൻ ലിഖൽബിഹി, തങ്ങളെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി. വസവാബൻ ലഹു ഫീ നഫ്സി, തങ്ങൾക്ക് വേണ്ടി സവാബാണ്. ലാ ബി അബീ ത്വാലിബിൻ, അബൂ താലിബിന് വേണ്ടി സവാബ് അർഹതപ്പെട്ടതല്ല. പിന്നെ തങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളെ സഹായിച്ച ആളെന്നുള്ളവർക്ക് തങ്ങളെ കൽബിന് സന്തോഷം ഉണ്ടാക്കാനും തങ്ങളെ പരിഗണിച്ചുകൊണ്ടും അല്ലാഹു തആല അബൂ താലിബിന് ഇളവ് കൊടുത്തതാണ് എന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ തന്നെ വമിസ്ലു ഹാദാ ഹദീസ് ഉർവത്ത് ബിൻ സുബൈർ, ഉർവത്ത് ബിൻ സുബൈറിന്റെ ഹദീസും അവിടെ ഇമാം ബൈഹഖി ഹദീസ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെ ഉപയോഗമുണ്ട്. അബൂ ലഹബ് എത്തുക്ക് ചെല്ലിയ സംഭവത്തിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് മുല കൊടുത്തതും അതുപോലെ തന്നെ അബൂ ലഹബ് എത്തുക്ക് ചെല്ലിയതും ഇതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അബൂ ലഹബിന് ഇളവ് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഉർവന്റെ ഹദീസിൽ. ഇതും ഇതും ഈ അബൂ ലഹബ് ചെയ്ത ഈ ഗുണമുണ്ടല്ലോ, കാന മർജിഉഹു ഇലാ സാഹിബിൻ നബുവത്തി ഫലം യുളയ്യ, അത് സാഹിബുൻ നബുവ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് അതിന്റെ ഗുണം, തങ്ങൾക്ക് ഗുണം ചെയ്തതാണത് അല്ലെ. കൊണ്ട് അതെന്തായാലും പാഴായില്ല. അതാണ് അതിന്റെ കാരണം. അപ്പൊ അത് ഖാസാണെന്നർത്ഥം. കാഫിറിന്റെ പൊതുവായ നിയമം കാഫിർ ചെയ്ത നന്മകൾക്കൊന്നും ആഖിറത്തിൽ ഗുണമില്ല എന്ന് തന്നെയാണ്.
പിന്നെ ഇവർക്ക് ഗുണം കിട്ടിയതോ അബൂ താലിബിനും അബൂലഹബിനും ഗുണം കിട്ടിയതോ അത് രണ്ടും തങ്ങൾക്ക് ഗുണം ചെയ്തു കൊടുത്തതിന്റെ പേരിലാണ്, അത് തങ്ങളെ സന്തോഷിപ്പിക്കാനാണ്, തങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു തആല അങ്ങനെ ഇളവ് കൊടുത്തത് എന്നാണ് അവരതിനെ വിശദീകരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എന്തായാലും ഇവിടെ ഇമാം ബൈഹഖിയുടെ ഈ പോക്കും നമ്മളൊരു കാര്യം ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഇത്ക്ക് ചെല്ലിയതിന്റെ പേരിലാണ് നരകത്തിൽ നിന്ന് ഇളവ് കിട്ടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് തങ്ങൾക്ക് ചെയ്തു കൊടുത്ത ഗുണമായതിന്റെ പേരിലാണെന്നാണ് ഇമാം ബൈഹഖി രണ്ടാം കൗലുകാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇമാം ബൈഹഖിന്റെ നിലപാടും തങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്തതായിരുന്നു ആര്, അബൂലഹബ് എന്ന് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. അതെന്താണെന്ന് വെച്ചാൽ തങ്ങൾ ഹിജറ പോയപ്പോൾ അല്ലെങ്കിൽ ഹിജറ പോകുന്നതിന്റെ തൊട്ടു മുമ്പായിട്ടായിരുന്നു എത്തുക്ക് ചെല്ലിയത് എങ്കിൽ ഒരിക്കലും അബൂലഹബ് തങ്ങളുടെ പേരിൽ ആവില്ലല്ലോ എത്തുക്ക് ചെല്ലുന്നത്. അന്നേക്ക് അബൂലഹബ് അല്ലാതെ ശത്രു ആയിട്ടുണ്ടല്ലോ. തങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തൊരു ഗുണാവില്ലല്ലോ. എത്തുക്ക് ചെല്ലിയതിന്റെ പേരിലാണ് എന്ത് കിട്ടുന്നത്, ഗുണം കിട്ടിയതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ആ എത്തുക്ക് ചെല്ലിയത് റസൂലുള്ളാഹി ഹിജറ പോകുന്ന സമയത്താണെങ്കിൽ ഒരിക്കലും തങ്ങൾക്ക് ചെയ്തു കൊടുത്ത ഗുണം ആവാൻ ഒരു സാധ്യതയില്ലല്ലോ. കാരണം അന്നൊക്കെ അബൂലഹബ് കൊടിയ ശത്രുവായി മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ തങ്ങൾക്കൊരു ഗുണം ചെയ്യാന്നുള്ളതിന്റെ പേരിൽ എത്തുക്ക് ചെല്ലിയതല്ല, തങ്ങളോടുള്ള സന്തോഷത്തിന്റെ പേരിൽ എത്തുക്ക് ചെല്ലിയതല്ല. അപ്പൊ പിന്നെ എത്തുക്ക് ചെല്ലിയതിന്റെ പേരിലാണ് ഈ ഖിഫത്ത്, അദാബിൽ ഖിഫത്ത് കിട്ടുന്നത് എന്ന് പറഞ്ഞതോ. അപ്പോ അതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇമാം ബൈഹഖിയുടെ വിശദീകരണത്തിൽ മനസ്സിലാകുന്നത്, ഇമാം ബൈഹഖിയും ആ എത്തുക്ക് ചെല്ലിയിട്ടുള്ളത് ഇർലായിന്റെ മുമ്പ് തന്നെയാണ്, അഥവാ പ്രസവിച്ച സമയത്ത് ആ സന്തോഷത്തിൽ തന്നെയാണ്, ഹിജറിന്റെ സമയത്താണ് എന്ന് പറയുന്നതിനോട് ഇമാം ബൈഹഖിയും യോജിക്കുന്നില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാകുന്നു. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ആ റിപ്പോർട്ട് ചെയ്ത ആ സംഭവം അത് ഒരർത്ഥമല്ലാത്ത വെറും ഒരു വർത്തമാനമായിട്ടല്ല പണ്ഡിത ലോകം അതിനെ കണ്ടിട്ടുള്ളത്. അതിനെ ഇത് ചെയ്തിട്ടുണ്ട്, പണ്ഡിത ലോകം ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നല്ല വഹാബി മൗലവിമാർ പോലും അവരുടെ പുസ്തകങ്ങളിൽ അൽമനാറിൽ അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പലരും എടുത്തു ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മൗലവി പറഞ്ഞതുപോലെ അതൊരു വെറും വർത്തമാനമായി തള്ളാൻ കഴിയില്ല. അതിന്റെ പുറമെ ഈ പറഞ്ഞ കാലഉർവത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആ സംഭവം അത് താലീഖല്ല, അത് മുത്തസിൽ തന്നെയാണ്. അതിന്റെ മുന്നേ ഉദ്ധരിച്ച ഹദീസിന്റെ സനദിലൂടെ വന്നത് തന്നെയാണത്. കാരണം അതിന്റെ റാവി തന്നെയാണ് ആര്യ ഉർവത്ത്. അത് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ ഇയാൾ ഈ ഉന്നയിച്ച വാദമുണ്ടല്ലോ, താരീഖാത്തുകളൊക്കെ ബുഖാരിയിൽ താരീഖായി വന്നതൊന്നും സഹിയാണെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. ഇത് ലോകത്താരും പറയാത്തൊരു വർത്തമാനം അയാളാ പറഞ്ഞത്. എല്ലാവരും പണ്ഡിതന്മാരായി പരിഗണിക്കപ്പെടുന്നവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. വളരെ ഒറ്റപ്പെട്ട ചില ആളുകളാണ് അതിലൊരു എതിരഭിപ്രായം, ചില അവരുടെ യോജിപ്പ് പ്രകടിപ്പിച്ചത്. അതിനെ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, റദ്ദ് ചെയ്തിട്ടും ഉണ്ട്. അതുകൊണ്ട് പണ്ഡിത ലോകത്ത് ഉള്ള നിലപാട് എന്താന്ന് വെച്ചാൽ ബുഖാരിയുടെ താരീഖാത്തുകളും സ്വീകാര്യയോഗ്യമാണ്. അതിൽ ബുഖാരിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളുടെ പവറുള്ള താരീഖാത്തുകൾ വരെ ഉണ്ട്, അതിന്റെ താഴെ നിൽക്കുന്നതുമുണ്ട്, തള്ളപ്പെടേണ്ടതായിട്ടില്ല എന്നതാണ് പണ്ഡിത ലോകത്തിന്റെ നിലപാട്. അതല്ല എന്ന് അയാൾ പറഞ്ഞത് പച്ച നുണയാണ്. ബുഖാരിയെ തള്ളിക്കളയാൻ വേണ്ടി അവർ സ്വന്തം പടച്ചുണ്ടാക്കുന്ന അടിസ്ഥാനങ്ങളാണ്. അതിനവർക്ക് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം ചില താരീഖാത്തുകളൊക്കെ അവരുടെ തലക്ക് അടി കിട്ടുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചില അടിസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കൽ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ചെയ്യുന്ന ചില വിവരം കെട്ട, നെറികെട്ട, വളരെ മോശമായ നിലപാടുകളാണ് അതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും, തെറ്റിദ്ധാരണ നീങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഈ സുവൈബയെ എത്തുക്ക് ചെല്ലിയത് എപ്പോഴാണ് എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ ഹിജറിന്റെ സമയത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം അങ്ങനെ തന്നെ വെക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് പലരും ഈ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അറിയിച്ച സമയത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചരിത്രങ്ങളിലും സീറകളിലും എന്നല്ല ചില റിപ്പോർട്ടുകളിൽ തന്നെ അതുണ്ട്. അത് പണ്ഡിതന്മാർ എടുത്തു ധരിച്ചിട്ടുണ്ട് എന്നല്ല വഹാബി മൗലവിമാർ വരെ അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അൽമനാറിൽ കാണാം. അപ്പോ അത് പ്രകാരം എന്ത് ചെയ്യാം, അത് അംഗീകരിക്കുന്നവർക്ക് നമുക്ക് അത് എന്താവാം, ഒരു ആധികാരിക രേഖ അല്ലെങ്കിൽ ഒരു തെളിവായിട്ട് നമ്മൾ അതിനെ ഉദ്ധരിക്കുകയല്ല. പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട്. അതെന്താണ്, പിന്നെ മൂപ്പര് മൗലവി ചോദിക്കുകയാണ്, ഇനി ഇതൊക്കെ കൂടെ അങ്ങോട്ട് പറഞ്ഞാലും നരകത്തിൽ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കാനാണോ അപ്പൊ അതൊക്കെ നടത്തുന്നത്? ഇതിന്റെ തലന്റെ ഉള്ളിൽ എന്താണാവോ? മൗലവി അങ്ങനെയല്ല എന്നെന്ന് അതിനൊക്കെ പറയാ. അതെന്താണെന്ന് വെച്ചാല് ഖുർആൻ തന്നെ ലഅനത്ത് ചെയ്ത അബൂലഹബ്,
കഠിന ശത്രുവായിരുന്ന അബൂലഹബ്, ആ അബൂലഹബ് പോലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ സന്തോഷിച്ചപ്പോ, അതിന് സുഹൈബിനെ എത്തിക്ക് ചെല്ലിയപ്പോ അയാൾക്ക് പോലും ആ ഒരു തിങ്കളാഴ്ച ദിവസം വരുമ്പോ ചെറിയ ഇളവ് കിട്ടുന്നു എന്ന് വന്നാൽ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് എത്ര കിട്ടും? റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സന്തോഷിച്ചാൽ, തങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചു റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായി ജീവിക്കുന്ന ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ലോണം കിട്ടും. വേണമെങ്കിൽ ചെയ്തോ, വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അബൂലഹബ് കുടിക്കണോ നോക്കിയിട്ട് അവിടെ പോയിരിക്കുക. നിനക്ക് അബൂലഹബിന് കിട്ടും, നിനക്ക് അതും കിട്ടലുണ്ടാവില്ല ചിലപ്പോ. അതാണ് ഉണ്ടാവുക, സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.